ഓടി രക്ഷപ്പെട്. അബ്ബാസ്കയോ എന്റെ കാര്യം വിട്, നീ രക്ഷപ്പെട്ടു. Don't move. Come on. ആരാ ഈ പാതിരാത്രിയില്? എന്താ? അബ്ബാസ് ഖാനെ പോലീസ് പിടിച്ചു. ചരക്കൊക്കെയോ? അത് അവര് പിടിച്ചെടുത്ത് കാണും. ഒരു കാര്യം ഏൽപ്പിച്ച ചുണയായിട്ട് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ശവം എത്ര ലക്ഷം രൂപ ചരക്കാണെന്നറിയാം. പോലീസിന്റെ പിടിയിൽപ്പെട്ട പിന്നെ വശത്തോട്ട് തിരിഞ്ഞു നോക്കണ്ട. മുതലാളി എങ്ങനെയാ വന്ന് രക്ഷപ്പെടുത്തുന്നത് വിശ്വസിച്ചാണ് അബ്ബാസ് ഖാൻ പിടികൊടുത്തത്. അവനോട് പോയി ചാവാൻ പറയും. എനിക്ക് എന്റെ മുതല് പോയി. ഇനി അവനെ സ്റ്റേഷനിൽ നൂരാൻ ഞാൻ പെടാപ്പാട് പെടുന്നതിന് കിടന്ന് അനുഭവിക്കട്ടെ. മുതലാളി നീനെന്താണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? പോലീസിന് വഴി കാണിച്ചു കൊടുക്കണം. ഇറങ്ങി പോകണേ. തന്നെ പോലെയുള്ള നാറികളെ വിശ്വസിച്ച് അപകടം പിടിച്ച ഈ പണിക്കിറങ്ങി ഞങ്ങൾ വേണം പറയാൻ. കേശു, താൻ ഇതിന് അനുഭവിക്കും. എന്താണ് വിളിച്ചത്? കേശു എന്ന്. ഈ ചന്തയിൽ കേശു മുതലാളി എന്നല്ലാതെ എന്നെ ആരും ഇങ്ങനെ വിളിച്ചിട്ടില്ല. ഇനി തന്നെ മുതലാളിനെ വിളിക്കുന്നതിലും ഭേദം ചന്തയിൽ തെണ്ടി കിടക്കുന്ന ചാവാരി പട്ടികളെ അങ്ങനെ വിളിക്കാം. അതിനുള്ള മനുഷ്യ പറ്റുപോലും തനിക്കില്ല. വീട്ടിൽ കയറി വന്ന് എന്റെ അച്ഛന്റെ മുഖത്ത് നോക്കി എന്തൊക്കെയാണ് പറഞ്ഞത്? പറയണം മാപ്പ്. താൻ കണ്ണീക്കേണ്ട വഴിയിലൂടെ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ കാശ് ധൂർത്തടിച്ച് വളർന്ന തടിയായി വേണ്ടത്. ചന്തയിൽ പൊരുവയിലത്ത് ചോര നീരാക്കി വളർന്ന എന്റെ കൈ കൊണ്ട് നീ കണ്ടാൽ ചെറുക്കം ബാക്കി കാണൂല. പുന്നാരമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സാറേ, എന്നെ തള്ളണ്ട. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ദാദർ സ്റ്റേഷനിൽ തോക്കിന്റെ പാത്ത് കൊണ്ട് പൊങ്ങി അടിച്ചതാണ് ഈ പാട്. ഇത് കണ്ടോ? ബാറ്റനിന്റെ തുമ്പ് കൊണ്ട് കുത്തിയതാണ്. അവരെന്തൊക്കെ ചെയ്തിട്ടും അബ്ബാസിന് നാവിന്ന് ഒരു ബാക്കി കിട്ടിയില്ല. മനസ്സുകൊണ്ട് ഞാൻ തീരുമാനിക്കാതെ എന്റെ നാവിന്ന് ഒരു അക്ഷരം വീഴില്ല. അബ്ബാസേ, നിന്റെ മുതലാളി വന്ന് നിന്നെ രക്ഷിക്കുമെന്നാണ് പ്രതീക്ഷയെങ്കിൽ അത് വെറുതെയാണ്. ഇനി അഥവാ അയാൾ വന്നില്ലെങ്കിൽ അതാകും എന്റെ വിധി. സാരമില്ല, അതിന്റെ കണക്ക് ഞാൻ പിന്നെ തീർത്തോളാം. അയാൾ കൈയൊഴിഞ്ഞാൽ അബ്ബാസേ നീ മാത്രമാവും പ്രതി. നിങ്ങളുടെ പോലീസിന്റെ പിടിയിന്ന് നമ്മുടെ ആൾക്കാർ മുങ്ങി രക്ഷപ്പെട്ടു. ഗോഡൌൺ അരിച്ചു തപ്പിയാലും അതിപ്പോൾ ആരുടെ കയ്യിലാണെന്ന് കണ്ടുപിടിക്കില്ല. നിങ്ങളുടെ കയ്യിൽ ആകെ കൂടെ നാനേയുള്ളൂ. അതും എനിക്കറിയാം. സാറേ, എന്നെ മുറിയിലടച്ചു. വെറുതെ രാത്രി ഉറക്കം മെനക്കെടുത്തണ്ട. എനിക്കൊന്ന് കിടക്കണം. ഇയാളെ ലോക്കപ്പിലിടൂ. ആ അടച്ചോ. ഒന്ന് എഴുന്നേറ്റ്. എന്താ ഉമ്മറ എത്ര രാവിലെ? നമ്മുടെ അബ്ബാസ് ഖാനെ പോലീസ് വിളിച്ചു. കേശു മുതലാളി കാല് മാറിക്കളഞ്ഞു. പാവം അബ്ബാസ് ഖാൻ ചതിപ്പെട്ടതാ. സഖാവ് സ്റ്റേഷനിൽ വിളിച്ച് എസ് ഐയോടും സംസാരിക്കണം. സഖാവ് പറഞ്ഞ അദ്ദേഹം കേൾക്കാതിരിക്കില്ല. എന്താ പറഞ്ഞത്? ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയാനോ? എന്റെ നാവിന് ഇത്തരം കാര്യങ്ങൾ വഴങ്ങില്ല ഉമ്മറെ. തന്നെയല്ല, അല്പം പണക്കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ച് ഉമ്മറും അബ്ബാസും ഇപ്പോ ചെയ്യുന്ന ജോലി ശരിയാണെന്ന് വിശ്വസിക്കുന്നതല്ല ഞാൻ. അല്ല സഖാവേ, ന്യായീകരണങ്ങൾ പലതും കാണും. ചെറുപ്പത്തിലെ നാട് വിട്ട് ബോംബെയിലെ തെരുവുകളിൽ ആരും നിയന്ത്രിക്കാനില്ലാതെ വളർന്ന അബ്ബാസിന് നിയമത്തിന്റെ വില മനസ്സിലായില്ല എന്ന് വരും. പക്ഷെ ഉമ്മറിനോ? ഈ ചന്തയിലെ ഏറ്റവും നല്ല അധ്വാനിയായ തൊഴിലാളിയായിരുന്നു താൻ. അതിനേക്കാൾ കേവമാണെന്ന് കരുതുന്നുണ്ടോ താൻ ഇപ്പൊ ചെയ്യുന്ന ഈ അപകടം പിടിച്ച ജോലികള്? മനസ്സിന് സമാധാനം കെടുത്തണം. പണിക്ക് പോവല്ലേ പോവല്ലേ എന്ന് നിന്നോടും എവിടെ ഇക്കാനോടും നമ്മൾ 100 വട്ടം ഓതി പറഞ്ഞതാ. ഇപ്പൊ കണ്ടില്ലേ ഫലം? എന്തിനാണ് നീ മാത്രമായിട്ട് ഇങ്ങോട്ട് പോകുന്നത്? ചെന്ന് അവന്റെ കൂടെ കിടന്നോ. ഞാനും അവളും കൂടെ എവിടെങ്കിലും ഇറങ്ങിപ്പോയിക്കൊള്ള. ഞാൻ അത്രയ്ക്കൊന്നും ആലോചിച്ചില്ല ഉമ്മ. അബ്ബാസ് ഖാൻ വിളിച്ചു, കൂടെ പോയി. ഇനി എങ്ങാണ് ഈ വകപ്പണിക്ക് പോയി നമ്മൾ അറിഞ്ഞ
പിന്നെ ഈ അടിച്ചതിന്റെ അകത്ത് കയറ്റൂല. പോട്ടെ ഉമ്മ, ഉമ്മറിനെ ആ വഴിക്കേ പോവില്ല. ജമീല കരയണ്ട. അബ്ബാസിനെ മാത്രമായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. അന്വേഷണം കഴിയുമ്പോൾ വെറുതെ വിടും. അതുവരെ നിന്നെ നോക്കാൻ ഇവരൊക്കെ ഇല്ലേ? എനിക്ക് ഇക്കാനെ ഒന്ന് കാണാൻ. അതിന് വഴിയുണ്ടാക്കാം. ഞാൻ വരട്ടെ. നമസ്കാരം മാഷെ. ആ, ഇതാര് ശ്രീധരനോ? ഇരിക്കെ. എന്താ വല്ല അറസ്റ്റ് വാറണ്ടോ മറ്റോ ഉണ്ടോ? എനിക്കിവിടെ അടുത്ത് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ മാഷയും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. പിന്നെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? സുഖം. അമ്മയ്ക്കൊരു പരാതിയുള്ളൂ. വയനാട്ടിലെ പുറമ്പോക്ക് സ്ഥലത്തെ ഓലക്കുടലിന്റെയും തഴപ്പായുടെയും സുഖം ക്വാർട്ടേഴ്സിലെ ബാത്ത് അറ്റാച്ച് റൂമിനും ദള്ള ബെഡ്റൂം ഇല്ലല്ലോ എന്ന്. ഒന്ന് നോക്കുമ്പോ അമ്മ പറഞ്ഞതാടോ ശരി. പണ്ട് തന്റെ വീട്ടിൽ ഒളിവിൽ താമസിക്കുമ്പോ അമ്മ തന്ന കപ്പ ചുട്ടതും പൊടിയേരിക്കഞ്ഞിയും തന്റെ വേഷമിട്ട് ഒരുപാട് ആൾക്കാര് ഒരുപാട് തല്ലിച്ചതച്ച് ചോര തുപ്പിയിട്ടും അതിന്റെ രുചി മാത്രം ഇന്നും നാവിന്ന് പോയിട്ടില്ല. അമ്മ എപ്പോഴും മാഷെ കുറിച്ച് പറയാറുണ്ട്. ഞാൻ വീട്ടിൽ വരാം, അമ്മയെ കണ്ടോളാം. ഞാൻ മാറ്റേ മാഷെ. ഇക്കാനെ അവരൊരുപാട് ഉപദ്രവിച്ചോ? ജമീല, അവർ ഉപദ്രവിച്ചപ്പം ഇക്കാക്ക് നൊന്തില്ല. ഉയിര് കൊടുത്ത് വിശ്വസിച്ച ശൈത്താൻ കേസു അവൻ ചതിച്ചു എന്ന് പറഞ്ഞപ്പോ മാത്രമേ ഇക്കാക്ക് നൊന്തുള്ളൂ. അബ്ബാസെ, ഇനിയെങ്കിലും താൻ സത്യം മനസ്സിലാക്കണം. സ്വന്തം കാര്യത്തിനപ്പുറം കാണാൻ മനസ്സ് വളർന്നിട്ടില്ലാത്ത വർഗമാണ് അവര്. സ്വന്തം ആവശ്യം കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വെറും കരിവേപ്പില പോലെയാണ്. ഇല്ല സഖാവി, ഇവിടത്തെ നിയമത്തിന്റെ പിടിയിൽ നിന്ന് കേസ് ചിലപ്പം രക്ഷപ്പെടും. പക്ഷെ അബ്ബാസിന്റെ മുമ്പിൽ നിന്ന് നഹീം ഈ ജമ്മത്തവൻ രക്ഷപ്പെടാനാവില്ല. ഇന്നല്ലെങ്കിൽ നാളെ അബ്ബാസ് പുറത്ത് വരും. വീണ്ടും വിചാരമില്ലാതെ ഇനി എടുത്തിയാണോ നോക്കരുത്. പറ്റിപ്പോയ അബദ്ധം മനസ്സിലാക്കുക. ജമീലയെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. അവക്ക് ഞങ്ങളൊക്കെ ഉണ്ട്. ജമീല, പോകൂ. ഇക്ക വേഗം വരാം. പോ. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളിൽ നിന്നും കടം വാങ്ങുന്നവരെ ഞങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. ആമേ. അല്ല, ഇതാരും റോസ് ചേട്ടത്തിയായി സുഖം തന്നെയല്ലേ? എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങൾ? അയ്യോടാ പൊന്നുകുടമേ, നിനക്കെങ്കിലും തോന്നിയല്ലോ റോസി ചേട്ടിയുടെ സുഖോരം അന്വേഷിക്കാൻ. എന്നാ കേട്ടു, എനിക്ക് ഒരു സുഖമില്ല. എന്താ ചികിത്സിക്കാൻ വല്ല തയ്യാറെടുപ്പുണ്ടോ? അവന്റെ ഒരു സുഖാന്വേഷണം. നാറി ശവമേ. അമ്പമ്പോ, ഈ പെണ്ണും പിള്ളയുടെ ഒരു നാക്ക് വെറുതെ അല്ല ചന്ദ്രറോസിന് പേര് വീണത്. എടാ, നിന്റെ അപ്പന്റെ മടിയിൽ വെച്ചിട്ട പേരല്ലടാ ചന്ദ്രറോസിന്ന്. ഇനി എങ്ങനെയാടാ മോശം വരിക? നാറി ശവമേ. റോസേ, നിന്റെ മോളെ കല്യാണക്കാരി എന്തായി? ഒന്നും പറയണ്ട എന്റെ ഔസേപ്പ് മാപ്പിളെ. വരുന്ന ആലോചനകൾ മുഴുവൻ അങ്ങ് അലസിപ്പോവാണ്. അല്ല, ഔസേപ്പ് മാപ്പിളക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് വിരോധമില്ല കേട്ടോ. നമുക്കൊന്ന് ആലോചിക്കാം. ശരി, പ്രായം കൂടുതലുണ്ടെന്നല്ലേ ഉള്ളൂ. പെണ്ണിനെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം. നോക്കിയേ, ഒരബദ്ധം പറ്റിയതാ. എന്റെ കഷ്ടകാലത്തിന് ഞാനൊരു കുശലം ചോദിച്ചു, അത് ഞാൻ ഇങ്ങെടുത്തു. കർത്താവ് തമ്പുരാനെ വിചാരിച്ച് എന്റെ പൊന്നു റോസി, നീ ഒന്ന് പോ. എന്റെ മോളെ കെട്ടിക്കാന്നിട്ട് ഇയാളൊരു ക്രിമികടി. ഓ, ഇയാളൊരു കുശലം. ജെയിംസ്, എന്തോ? ഈ സാധനത്തിന്റെ എന്താടാ പുറകിൽ എന്താടാ ഏ ചാക്കെടുത്ത് പുറത്തു വെക്കാൻ പറഞ്ഞ എന്റെ പൊന്നു പെങ്ങളെ. ആ, ഓ, ഹലോ, സ്റ്റാർ ഹോട്ടലിലെ ഇത് യൂണിവേഴ്സൽ ക്ലബിനാണ്. ഒരു 6 ചായ, പഴംപൊരി ഉണ്ടെങ്കിൽ ഒരു 6 പ്ലേറ്റ്, 2 ഓംലെറ്റ്, 2 കാപ്പി വേഗം കൊടുത്തേക്കണം.
എന്റെ ഒരു സ്റ്റാർ ഹോട്ടൽ. ജെയിംസേ, എന്താ പോലെ നമ്മുടെ കടയുടെ പേര് സ്റ്റാർ ഹോട്ടൽ എന്നാണ്. റവാ സ്റ്റോർ നിന്ന് നോക്കിയേ. റവാ സ്റ്റോർ തന്നെ. നേരം വെളുത്തിട്ട് 6ാമത്തെ ഫോണാണ്. അവന്റെ അമ്മേനെ കെട്ടിക്കാൻ പഴംപൊരിയും ഓംലേറ്റും. ഒരു നമ്പറിന്റെ വ്യത്യാസമുള്ളൂ മുതലാളി. അതുകൊണ്ടാ റോങ് നമ്പറാ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. ഞാൻ പൊറുതി മുട്ടി. ഇനി ഈ സാധനത്തിന് ഞാൻ ചന്തക്കോതിരിക്ക് വലിച്ചെറിയും. മനുഷ്യന് ഇരിക്കെ പൊറുതിയിലാന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നത്? തന്നെ വീണ്ടും കാണേണ്ട സ്ഥലത്ത് കാണേണ്ട വേഷത്തിൽ കണ്ടതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കാണ്. അതെ, മുഷിഞ്ഞ് നാറിയതാണല്ലോ എന്റെ ദൈവമേ ഈ പന്ന നോട്ടുകള്. നോട്ട് മുഷിച്ചാണെങ്കിൽ എന്താ ഔസേപ്പല്ലേ? അത് എണ്ണിക്കൊടുത്താൽ കിട്ടുന്ന മീന് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തോ ലാഭം കിട്ടാനാ? മുഴുവൻ ഇവിടെ കൊണ്ട് തരികയല്ലേ. കാലത്ത് 90 രൂപ തരും, വൈകിട്ട് 100 തിരിച്ചു തരണ്ടേ? അത്ര വിഷമാണെങ്കിൽ വാങ്ങണ്ട. ഇവിടെ ആരെങ്കിലും വിളിച്ചോ? ഒരു ഉറപ്പുമില്ലാതെ രൂപ 90 തരുന്നത് അത് ഓർമ്മ വേണം. രാവിലെ ഇറങ്ങിക്കോളും. നാം വലിച്ച് വെളിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലൈസൻസ് ഇല്ലാത്ത ഇങ്ങോട്ടും ഈ കൂടെ എന്നിടത്ത് ഓട്ടോ വെച്ചിരാവും. ചില്ലറ വല്ലതും തരാം. ഞാനെടുത്തോളാം. ഞാനാ പറഞ്ഞത് എടുക്കാൻ. ഈ ചന്തയിലെ ചുമട്ടുതൊഴിലാളി യൂണിയനിൽ പെട്ടവർ മാത്രമേ ചുമട്ടെടുക്കാവൂ. എനിക്കൊന്നും അറിഞ്ഞൂടായിരുന്നു. താന്താ നോക്കുന്നേ? പോണോ? അല്ല, ഇതെന്ത് അക്രമമായേ? തനിക്ക് ഇത്ര ദണ്ഡമാണെങ്കിൽ താനും എടുത്തു. എന്തായാലും അവിടെ മാറ്. അല്ലുമുക്ക നമ്മുടെ ചന്തയിൽ വന്ന് നമ്മുടെ കണ്ണും വെട്ടത്തില് ഇങ്ങനെ ഇവനെ കൊണ്ട് ചുമടെടുപ്പിക്കുന്നു. അത് സമ്മതിക്കാൻ പാടുണ്ടോ? അത് ശരി. ഞാൻ ചോദിച്ചില്ല. ഈ സാറ് പറഞ്ഞുകൊണ്ടാണ്. ഇതെടുത്ത് ഓട്ടോയിൽ വെച്ചാൽ വല്ലതും തരാമെന്ന് പറഞ്ഞു. വല്ലതും കഴിച്ചിട്ട് 2 ദിവസമായി. ഈ ചുമട് ഞാൻ എടുക്കുന്നതിൽ ആർക്കെങ്കിലും വിരോധമുണ്ടോ? ഞങ്ങൾക്ക് എന്ത് വിരോധമാണ്? കൊണ്ടുപോവാ. ഒന്ന് പിടിച്ചേട്ടാ. എത്രയാ? 2 രൂപ. വിട്. എന്താ എന്റെ പേര്? ബാലു. ഇതൊക്കെ ചീഞ്ഞതാണല്ലോ. ചീഞ്ഞതാ? പോടാർന്ന് ചീഞ്ഞത്. ഓടിവാ ഓടിവാ, മീൻ 2 രൂപ 2 രൂപ ലാഭം കച്ചവടം. ഓടിവാ ഓടിവാ 2 രൂപ. എന്താ മീനല്ലേ? പിന്നെ 2 ഞാൻ കാശാണ് ചോദിച്ചത്. കാശ് എവിടെയാ? പിന്നെ കാശ് എപ്പോ ചോദിച്ചത്? നിങ്ങളെ വീട്ടിൽ വരണം. മേടിച്ചോടുത്ത് കൊടുക്കും. തമ്പോ അത് പറ്റില്ല. കാശ് എനിക്ക് ഇപ്പൊ വേണം. താൻ തുട്ടടാ പറയണേ. തന്നാ മതിയോ കാശ്? താ പോടാ അവിടുന്ന് കാര്യം പറയണ്ട്. അപ്പൊ ഇതെന്താ സാധനം? ഇതുപോലൊരു സാധനം ഈ മാർക്കറ്റിൽ ആരാ 2 ചായ എടു. ബാലു ബാലു ചുമടെടുക്കാൻ ചെന്നപ്പോ എന്തെങ്കിലും തരാമെന്ന് അയാൾ പറഞ്ഞു. ഞാൻ ചുമടെടുക്കാൻ ചെന്നപ്പോ എത്രയാ വേണ്ടതെന്നായി. ന്യായമായത് ചോദിച്ചുള്ളൂ. അത് തരികയും ചെയ്തു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇന്നും ഇന്നലെയും കൊണ്ട് നേടിയെടുത്തല്ല ബാലു ഈ അവകാശം. പട്ടിണിയുടെയും ചോരയുടെയും പങ്കപ്പാടിന്റെയും ഒരുപാട് കഥകൾ ഇതിന്റെ പിന്നിലുണ്ട്. അങ്ങനെ നേടിയെടുത്ത ഒരു അവകാശത്തില് പുറമേ നിന്ന് ഒരാൾ കൈവയ്ക്കുന്നത് കാണുമ്പോൾ അതിന്റെ വില അറിയാവുന്നവർക്ക് ദണ്ണം തോന്നും. പുറമേ ഒന്ന് നോക്കുന്നവർക്ക് ചിലപ്പോ അഹങ്കാരമാണെന്ന് തോന്നും. താൻ ചായ കുടി. നാരായണ, ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കും.
വേണ്ട ഏ വേണ്ട ഞെട്ടാ. താനല്ലേ പറഞ്ഞത് എന്തെങ്കിലും കഴിച്ചിട്ട് 2 ദിവസമായിരുന്നു. ഓഹോ, ചക്കാത്തിന് തിന്നാൻ മടിയായിട്ടാണ് അല്ലേ? മിടുക്കൻ. അനിയ, അഭിമാനം നല്ലതാ, പക്ഷെ അത് നോക്കേണ്ടത് നോക്കിയാൽ മതി. ഇവിടെ വേണ്ട. തനിക്ക് ജനിക്കാതെ പോയൊരു ചേട്ടൻ വാങ്ങി തരുന്നാണെന്ന് കരുതിയാൽ മതി. കമാന്നൊരു അക്ഷരം ഉണ്ടാതെ തട്ടിക്കോ. എവിടാ തന്റെ വീട്? വടക്കാഞ്ചേരിയിൽ. പിന്നെ താനെങ്ങനെ ഇവിടെ എത്തി? സഹി കെട്ട് ഓടിപ്പോന്നതാ. അമ്മ പണ്ടേ മരിച്ചു. അച്ഛനുള്ളപ്പോഴേ ചെറിയമ്മയുടെ പെരുമാറ്റം സഹിക്കാൻ വയ്യായിരുന്നു. അച്ഛൻ മരിച്ചപ്പോ പിന്നെ എനിക്ക് ആരും ഇല്ലാണ്ടായി. അങ്ങനെ ഞാൻ പൊറുതിമുട്ടി നാട് വിട്ടു. പ്രീ ഡിഗ്രി പാസ്സായി. അതിന്റെ സ്പോർട്സിന്റെ സർട്ടിഫിക്കറ്റുകൾ കയ്യിലുണ്ടായിരുന്നു. അതിന്നലെ ഒരു ചതിയിൽപ്പെട്ട് കളഞ്ഞുപോയി. കാൽ കാശിന് വിലയില്ല ബാലു തന്റെ കടലാസിന്. BAയും MAയും പാസ്സായ ഇവിടെ തെണ്ടി നടക്കുമ്പോഴാ തന്റെ ഒരു പ്രീ ഡിഗ്രി. മണി കിട്ടിയ പണിയെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ മോൻ പട്ടിണി കിടന്ന് ചാകുകയുള്ളൂ. മെയ്യനങ്ങി വേർപ്പൊഴുക്കി പണിയെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ പറയും, വഴിയാണുണ്ടാക്കും. ഞാൻ എന്തു പണിയും ചെയ്യാം. ഈ യൂണിയനിൽ ചേരാൻ ഇവിടുത്തെ ഏതെങ്കിലും ഒരു അംഗം പരിചയപ്പെടുത്തണം. സെക്രട്ടറി അനുവദിക്കണം. അത്രേ ഉള്ളൂ നിബന്ധന. ഉമ്മർ ഇന്ന് ഈ സംഘടനയുടെ നെടും തൂടുകളിലൊന്നാണ്. ഉമ്മർ പരിചയപ്പെടുത്തുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് പിന്നൊന്നും നോക്കാനില്ല. ഈ യൂണിയനിലെ അംഗങ്ങൾ ഒരു കുടുംബം പോലെയാണ്. അതെപ്പോഴും ഓർമ്മ വേണം. ഒക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ സഖാവിന്റെ അനുവാദം കിട്ടിയിട്ട് വേണം ഇയാളെ കൊണ്ട് ഉടുപ്പിടിക്കാനെന്ന് കരുതിയിട്ടാ. ദാ ഒന്ന് ഇട്ട് നോക്കടോ, കാണട്ടെ. കൊള്ളാം. ഇപ്പോഴാണ് താനൊരു ആണായത് അല്ലേ സഖാവേ? അതെ. ആ പിടിവാലു. മുപ്പത് ചാക്കല്ലേ? അപ്പൊ 37.5. പിടിച്ചോ. ഇനി ആളൊന്നിക്ക് ഓരോ രൂപയിൽ പോരട്ടെ. എന്തിനാ മുതലാളി? ഇത്തവണ പള്ളിപ്പെരുന്നാൾ നടത്താന്ന് എന്റെ ഭാര്യ കൊച്ചു ദിവസം നേർന്നിരിക്കുക. ഒരുപാട് പണച്ചെലവുള്ള കാര്യല്ലേ? നിങ്ങളുടെ വക ഓരോ രൂപ സംഭാവന. നിങ്ങളോടല്ലാണ്ട് പിന്നെ വേറെ ആരോടാ ചോദിക്കേ? പിടിച്ചോ. അല്ല മുതലാളി, ഒരു സംശയം. പള്ളിപ്പെരുന്നാളിന്റെ പുണ്യം ഞങ്ങൾക്കും കിട്ടുമോ? എന്തൊട്ട് തേങ്ങയാന്നെന്താ പറയണേ? അവളല്ലേ നേർന്നത്, അപ്പൊ അവൾക്കല്ലേ കിട്ടുക. ഒന്ന് പോയേരാ നിങ്ങള്, പോയേരാ. നിക്ക് മോനെ, ഞാനൊരു 2 പ്ലേറ്റ് പരുത്തിക്കുരും 2 പ്ലേറ്റ് തേങ്ങപ്പെണ്ണാൻ കൊടുത്തയക്കടാ. വെക്കണോടെ അവന്റെ അമ്മയുടെ ഒരു സ്റ്റാർ ഹോട്ടല്. മനുഷ്യന് സമാധാനമായിട്ട് കച്ചവടം ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചാൽ. നീ എന്തൊക്കെ അവിടെ? നല്ല ഫസ്റ്റ് ക്ലാസ് കരിമീന റോസ് ചേർത്ത് തന്നതാ. ഊണ് കഴിക്കുമ്പോ ചോറ് വേണമെങ്കിൽ ഞാൻ വേണ്ടെന്ന് വെക്കാം. എന്നാലും മീൻകറി തൊട്ടുകൂട്ടാനില്ലെങ്കിൽ ഒരു രക്ഷയില്ല. അല്ല, തന്റെ താമസവും കിടപ്പൊക്കെ എവിടെയാണ്? ആ ലോഡ്ജിലൊരു മുറിയെടുത്തു. ലോഡ്ജിലോ? എന്തിനാ ലോഡ്ജാക്കി കളഞ്ഞത്? ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു മുറി എടുക്കാൻ പാടില്ലായിരുന്നു? എടാ കൊച്ചേ, നമ്മൾ ചെയ്യുന്ന പണി എന്താണെന്ന് ആദ്യം നോക്കണം. കിട്ടുന്ന കാശ് മുഴുവൻ ദർബാർ അടിച്ചു കളഞ്ഞാലേ 2 ദിവസം പണിയില്ലാതെ വന്നാൽ പട്ടിണി കിടക്കേണ്ടി വരും. അതറിയോ? താറൊരു കാര്യം ചെയ്യും, തൽക്കാലം വലിയ വീമ്പ് നോക്കാതെ എന്റെ കൂടെ പോരും. അതൊരു വലിയ അസൗകര്യം ആയിരിക്കും എന്നായിരിക്കും. ആ അസൗകര്യം ഞാനങ്ങ് സഹിച്ചു. നിന്ന് ചിനുങ്ങാതെ എന്നോട് വാടോ. അല്ല, പുതിയ ജോലി എങ്ങനെയാണ്? ആദ്യത്തെ കുറച്ച് ദിവസം ഒരു ചെറിയ മേലുനമ്പരമൊക്കെ ഉണ്ടാവും. കുറച്ച് തർപ്പന്തയിലും എടുത്ത് മേത്ത് വരട്ടിയാൽ മതി. ഉമ്മാടത്തുണ്ടാവും, ഞാൻ മേടിച്ചുതരാം. എന്നിട്ട്
രാത്രി ചൂടുവെള്ളത്തിൽ ഒരു കുളിയും മാസാക്കും. മതി മതി മതി, എന്റെ വയറ് നിറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇത്രയും രുചി അറിഞ്ഞ് ഞാൻ ഇത്തിരി ചോറുണ്ടത് പണ്ട് എന്റെ അമ്മ ജീവിച്ചിരുന്നപ്പോഴാണ്. ഇതൊന്നും കേട്ട് നിങ്ങൾ വിശ്വസിക്കണ്ട. ഈ പയം മണിയടിക്കാണ്. ദിവസവും ചോറ് കിട്ടണ്ടേ? പോടാ അവിടുന്ന്. എന്താടാ ഇന്നത്തെ മീൻ കൂട്ടാൻ ആരാ വെച്ചത്? നിനക്ക് എന്താ വേണ്ടത്? ആരാ വെച്ചത് ആദ്യം പറ. ഞാനാണെന്ന് വെച്ചോ? ആ അത് പറ, അതാണ് ഇത്ര രുചി. എന്നാ കേട്ടോ, ഞാനല്ല ജമീലയെന്ന് കൂട്ടാൻ വെച്ചത്. ആ അങ്ങനെ വരട്ടെ. ഉപ്പാണെങ്കിൽ കുറവ്, മുളകാണെങ്കിൽ ശരിക്കും അറിഞ്ഞിട്ടില്ല, മീനാണെങ്കിൽ വെന്തിട്ടില്ല. നീ പോടാ, ഓന്തിന്റെ കൂട്ട് നിറം മാറാതെ. ജമീല, മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. മീൻ കറി ജോർ. പോ മുക്ക, കളിയാക്കാതെ. ഇന്ന മോളെ. അബ്ബാസ് ഖാന്റെ പുന്നാര പെങ്ങളാ. പകല് മുഴുവൻ ഇവിടാ പൊറുതി. രാത്രി അവളും ഉമ്മായും കൂടെ അവരെ വരെ പോകും കൂട്ടുകിടക്കാൻ. നീ വീഡിയോ വിളിക്കൂ? ഇല്ല. നല്ല പയ്യൻ. ഞാൻ 14-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാ വീഡിയോ വിളിക്കാൻ. ഉമ്മറേ. ഓ, കിടക്കാൻ നേരത്ത് പെരേന്റെ കഥ അടച്ചിട്ട് കിടക്കണം. കിടന്നാ പിന്നെ നിനക്കൊരു അന്തവും കുന്തവും ഇല്ലാത്ത ഉറക്കമല്ലേ ഉള്ളൂ. ആരാണ് അവിടെ വീട് വലിച്ചത്? ദേ ഈ ബാലുവാണുമ്മ. പാവം, ചെറുപ്പത്തിലേ ഒരു ശീലമായി പോയി. ചോറ് തിന്നു കഴിഞ്ഞാ ഉടനെ ഒരു വീട് വലിക്കണം. വേണ്ടാന്ന് പറഞ്ഞാൽ കേൾക്കണ്ടേ? കൊച്ചിലേ പഠിച്ചതാ. പറഞ്ഞു കൊടുക്കാനും ഗുണദോഷിക്കാനും ആരെങ്കിലും വേണ്ടേ ഉമ്മ? എന്തിനാ മോനെ ഈ വേണ്ടാത്ത ശീലങ്ങളൊക്കെ? അതങ്ങ് നിർത്തിയേരേ. വാ മോനെ. ആ ഉമ്മ പറഞ്ഞാ കറക്റ്റ്. നീ അങ്ങ് നിർത്തിയേക്ക്. കളയടാ. ബാലു, ഏയ് ബാലു, ബാലുവിടെ? ഞാൻ ആ ബാലു അല്ല. എന്താടേ പരിപാടിയിൽ കണ്ണും പിടിച്ചേക്കുന്ന? ഒന്നുമില്ല, സൈക്കിളിന്റെ കാറ്റ് കുറഞ്ഞോന്നൊരു സംശയം. അല്ല, ചേട്ടനൊന്ന് കടയിൽ പോയില്ലേ? ഞാൻ പോകേണ്ടടുത്ത് പോയിക്കോളാം. കുഞ്ഞുമകൾ വീട്ടിലേക്കല്ലേ? സങ്കൽപ്പമാവിതിൽ പൂമ്പാറ്റയായി പാറുന്നു ഞാൻ സുമസുരഭിലവാടിയിൽ
പ്രണയത്തിൻ മധുമാധുരി തേടുന്നു പാടുന്നു ഞാൻ, ഓ പാരാതെ പാടുന്നു ഞാൻ എൻ സങ്കൽപ്പമാ പൂങ്കാവിതിൽ പൂമ്പാറ്റയായി പാറുന്നു ഞാൻ. കിനാവിന്റെ കൊമ്പുകളാതെ ചൂടുന്നു നീളവേ മധുമാസ മലർ മഞ്ചരി വാ മഴവില്ലിൻ പൂഞ്ചിരി. കിനാവിന്റെ കൊമ്പുകളാതെ ചൂടുന്നു നീളവേ മധുമാസ മലർ മഞ്ചരി വാ മഴവില്ലിൻ പൂഞ്ചിരി. അനുപമൊരു ഭാവന പുതിയ പുതിയ ഗാനമായി തീരുന്നു പാടുന്നു ഞാൻ വന്നു ഭൂവാകെ വസന്തം സങ്കൽപ്പമാം പൂങ്കാവിതിൽ പൂമ്പാറ്റയായി പാറുന്നു ഞാൻ. വികാരാർദ്രമാനസത്തിൻ തൂമലർ പൊയ്കയിൽ വിരിയുന്നു സുമരാജിയിൽ സഖി കാണുന്നു ഞാൻ നിൻമുഖം. വികാരാർദ്രമാനസത്തിൻ തൂമലർ പൊയ്കയിൽ വിരിയുന്നു സുമരാജിയിൽ സഖി കാണുന്നു ഞാൻ നിൻമുഖം. തരുണ പ്രണയമാഗന്ധം കളിരണിയും വേളയിൽ നവഗീതം പാടുന്നു ഞാൻ വന്നു ഭൂവാകെ വസന്തം സങ്കൽപ്പമാം പൂങ്കാവിതിൽ പൂമ്പാറ്റയായി പാറുന്നു ഞാൻ. ലാ 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 ലാ. ആ ബാലു അല്ലെന്നോ? പിന്നല്ലാതെ കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ എന്ത് പറ്റി എന്റെ ബാലുവിന്? എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്നാ നമുക്ക് തുടങ്ങാം. 10 5 മിനിറ്റ് കൂടി ഉണ്ട്. 10 തുടങ്ങാം. എന്തോന്ന് 5 മിനിറ്റ്? ബാക്കിയുള്ളവർക്ക് പോയിട്ടൊരു 100 കൂട്ടം പണിയുണ്ട്. തുടങ്ങാം. 10 തുടങ്ങിയാ മതി. 1 മിനിറ്റും വിലയുള്ളതാണേ. നമസ്കാരം എല്ലാവർക്കും. കഴിഞ്ഞ ദിവസത്തിന്റെ ബാക്കി 8 മുതൽ 20 വരെ ഷോപ്പുകളാണ് ഇന്നത്തെ ലേലം. കഴിഞ്ഞ വർഷത്തെ ലേലത്തുകയായ 9 ലക്ഷത്തിൽ നിന്ന് തുടങ്ങാനാണ് മുകളിൽ നിന്നുള്ള ഓർഡർ. 9 9 10 10 10 10 10 10 10 11 11 11 15 15 15 15 16 16 16 18 18 18 18 20 20 20 20 ഒരു തരം
22. 22, 22, 25, 28, 28.5, 30, 30.5, 35. 35, 35, 35. ഇനി വിളിക്കാൻ ആളില്ലെങ്കിൽ ഉറപ്പിച്ച് കൊടുക്ക് സാറേ. 35 ഒരു തരം, 35 രണ്ട് തരം, 35 മൂന്ന് തരം. എന്നാലും എന്റെ കേശു തനിക്ക് ഇത്രയും തന്നെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ലേലത്തിൽ എന്നെ കടത്തി വെട്ടിക്കളഞ്ഞില്ലേ? കൺഗ്രാചുലേഷൻസ്. ഈ നാടായ നാട്ടിലുള്ള മുഴുവൻ വ്യാജവും കലത്തി വിറ്റാലും ഈ ജന്മത്തിൽ ഈ തുക മുതലായി കിട്ടൂല. ഒരു 10 ലക്ഷം ക്ലീൻ ആയി മാറി കിട്ടും. ഇപ്പൊ ഈ കൃഷ്ണപിള്ള പിടി കിട്ടിയല്ലോ. ശരിയായിട്ടുണ്ടല്ലോ. ഓക്കെ, താങ്ക് യു. നാശം. ഒരു അത്യാവശ്യ കുടുംബത്തേക്ക് എത്താമെന്ന് വിചാരിക്കുമ്പോ അപ്പൊ തുടങ്ങും എടങ്കേട്. കാറും അതെ, ഭാര്യ അതെ. ഒരു അത്യാവശ്യം അടുത്തേക്ക് എന്നോ അപ്പൊ ഇടങ്കടാ. അവിടെ കിടക്കട്ടെ. നീയല്ലോ.
അവരോട് പറഞ്ഞേര് കൃഷ്ണപിള്ള 2 കാലത്തിന് ജീവിച്ചിരിപ്പുണ്ട്. ഇതിന്റെ എല്ലാം കണക്ക് മുതലും പലിശയും ചേർത്ത് തീർക്കുമെന്ന്. ഇതാ സാർ. എന്താ പേര്? ബാലു. താൻ എനിക്ക് ഈ സഹായം എന്താണെന്ന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവില്ല. ഇത് കണ്ടോ, താൻ രക്ഷപ്പെടുത്തുന്ന ഈ സൂട്ട് കേസില് 4.5 ലക്ഷം രൂപയുടെ കറൻസി നോട്ടുകളാണ്. ഇത്രയും പണം എന്റെ കാണുമെന്ന് അവർക്കറിയാമായിരുന്നു. ആർക്ക്? കേശുവിന്, കേശവൻകുട്ടി മുതലാളിക്ക്. എന്നെ തല്ലി വീഴ്ത്തുകയോ എന്റെ കയ്യിൽ നിന്ന് ഇത്രയും പണം തട്ടിയെടുക്കുകയോ മാത്രമായിരുന്നല്ലോ അവന്റെ ലക്ഷ്യം. എന്നെ തോൽപ്പിക്കുക, മുട്ടുകുത്തിക്കുക. അതിനുവേണ്ടി എല്ലാ വഴിയും അവൻ നോക്കും. ബാലുവിനറിയാമോ, ഈ പണം മുഴുവൻ നഷ്ടപ്പെടണ്ട. ഇതിൽ നിന്ന് ഒരേ ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ മതി. ഞാൻ അവന്റെ മുമ്പിൽ തല കുനിച്ചതിന് തുല്യമായില്ലേ? താൻ രക്ഷിച്ചത് എന്റെ ജീവനും പണവും മാത്രമല്ല, അഭിമാനവും കൂടിയാണ്. കാപ്പി കുടിക്കുന്നില്ലേ? പൊക്കോടുന്ന്. ആനക്കാരത്തിന്റെ ഇടയില അവളുടെ ഒരു കാപ്പിക്കാര്യം. ആവശ്യമുള്ളപ്പോ എഴുന്നള്ളിച്ചോളാം. പെണ്ണുപിള്ളയാ, കാര്യം ഒരു സന്ദർഭം ഇല്ലാത്ത വക. ഇതാ ബാലു. ബാലുവിന് ഇഷ്ടമുള്ള എടുക്കാം. സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ തരുന്നതാണ്. വേണ്ട സർ, ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ആ സന്ദർഭത്തിൽ ആരായാലും ചെയ്യുന്നത്. അത്രയേ ഞാൻ ചെയ്തുള്ളൂ. ശരി, ബാലുവിന്റെ ഇഷ്ടം പോലെ. എന്തെങ്കിലും തരത്തിലൊന്ന് സഹായിക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. മറ്റൊന്നും തോന്നരുത്. ബാലു, ഒന്നുമില്ലായ്മയിൽ തുടങ്ങിയവനാണ് ഞാനും. ചുമട് ചുമന്നും കൂലിപ്പണി ചെയ്തും ചോര നീരാക്കി ചില്ലിക്കാശ് പെറുക്കി കൂട്ടി ഉണ്ടാക്കിയതാണ് ഇന്നീ കാണുന്ന എന്റെ എല്ലാം. വന്ന വഴികളൊന്നും ഞാൻ മറന്നിട്ടില്ല. അഭിമാനമൊന്നും വിറ്റിട്ടുമില്ല. എനിക്ക് ആയുസുള്ള കാലം വരെ ഇങ്ങനെ ജീവിക്കാൻ ഒക്കൂ. ബാലുവിന് എന്നും എന്ത് സഹായം വേണമെങ്കിൽ എന്റെ അടുത്ത് വരാം. ഈ പറഞ്ഞ സത്യമായിട്ടാണെങ്കിൽ എനിക്കൊരു ജോലി തരൂ. സാറിന്റെ ഏതെങ്കിലും ഒരു ഓഫീസിൽ. സാർ, ഞാൻ പ്രീ ഡിഗ്രി പാസ്സായതാണ്. മറ്റൊരു ഗതിയില്ലാത്തതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ചുമടെടുക്കുന്നു, കൂലിപ്പണി ചെയ്യുന്നു. സർ, പ്ലീസ്. വർക്കത്തുള്ളവന്റെ കൂടെ കൂടിയപ്പോൾ ഐശ്വര്യം കണ്ടോ? രക്ഷപ്പെട്ടില്ലേ ഭയ? ഇനിയിപ്പോ വലിയ ഉദ്യോഗസ്ഥനാകുമ്പോ ഈ പാവങ്ങളൊന്നും മറന്നു കളയരുത്. ഈ ജന്മത്തെ എനിക്ക് മറക്കാൻ പറ്റുമോ നിങ്ങളെ? ഇനി എന്റെ പൊന്നുമോനൊരു കാര്യം ചെയ്യും. പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് പൊറുതി മാറ്റിക്കും. ജോലി കിട്ടിയെന്നും വെച്ച് ഞാനെന്തിനാ താമസം മാറ്റുന്നത്? ബാലു, ഞാനൊരു തൊഴിലാളിയാണ്. നീ ഒരു തൊഴിലാളി ആയിരുന്നു, പക്ഷെ ഇപ്പോഴല്ല. വലിയൊരു മുതലാളിയുടെ കീഴിൽ ശമ്പളക്കാരനാവുമ്പോ അതിൻ്റെതായ സൗകര്യങ്ങളൊക്കെ നിനക്കുണ്ടാവണം. അതുപോലുള്ള ആവശ്യങ്ങളും ഉണ്ടാവും. താമസം വേണേ മാറ്റാം, ക്വാർട്ടേഴ്സ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തോന്നുമ്പോഴൊക്കെ ഞാനിവിടെ കയറി വരും. തോന്നുമ്പോഴൊക്കെയോ? ആഴ്ചയിൽ കുറഞ്ഞത് 3 ദിവസമെങ്കിലും ഇവിടെ വന്ന് എന്റെ ഉമ്മാനെ കണ്ടില്ലെങ്കിൽ നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും. അയ്യാടാ, അവിടെ ആങ്ങളെ പിടിച്ച് കടയിലോട്ട് ഇരുത്താത്ത കുഴപ്പമേ ഉള്ളു. നീ ഒരാഴ്ച കൊണ്ട് മെഴുകി മെനയാക്കി തരും. ബസ്മതി, ഒന്നല്ല ഒരു 100 തവണ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, നിന്റെ എണ്ണം കെട്ട വീട്ടുകാരുടെ ഓരോ ശുപാർശ കൊണ്ട് എന്റെ അടുത്ത് വരരുതെന്ന്. ഞാൻ ചത്ത് കട്ടൊഴിയാൻ കാത്തിരുന്ന കൂട്ടറല്ലേ? ഒരെണ്ണത്തിനെ 4 അയലത്തെടുപ്പിക്കില്ല ഞാൻ പറഞ്ഞേക്കാം. വേണ്ട, ഉള്ള സ്വത്തുമായി അള്ളിപ്പിടിച്ചാൽ അവിടെ അങ്ങോട്ട് ഇരുന്നു. വെറുതെ അല്ല അനുഭവിക്കാൻ ഒരു തരി പോലും ദൈവം തരാത്തത്. ആരുടെ കുറ്റം കൊണ്ടാടി? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്റെ മരണശേഷം സ്വത്തുക്കളൊക്കെ വല്ല ധർമ്മസ്ഥാനങ്ങൾക്ക് എഴുതി ഞാൻ. എന്നാലും ആ ചെറ്റകൾക്ക് ഒരു ചില്ലി കാശ് കൊടുക്കില്ല. ഈ ജന്മത്തെ എനിക്ക് പറ്റിയ ഒരേ ഒരു പിഴ നീയാണ്. ഇത് തന്നെ മതി ധാരാളം ഈ ജന്മം കൊടുക്കാൻ. എന്റെ കൈ മേടിക്കാൻ പൊയ്ക്കോ പറഞ്ഞാലും. ബാലു, വാ ഇരിക്ക്. ഞങ്ങളുടെ പ്രേമസല്ലാപം കണ്ട് താൻ ഭയപ്പെടുകയൊന്നും വേണ്ട. ഇതിവിടെ പതിവാ. ഇതിനെയൊക്കെ നിർത്തേണ്ടടുത്ത് വരച്ച് നിർത്തിയില്ലെങ്കിലേ ഇതിലും വലിയ അപകടം വേറെ ഇല്ല. അത് പോട്ടെ, തന്റെ താമസക്കാരി എന്തായി? ആ പഴയ ഓഡിറ്റർ താമസിച്ചിരുന്ന വീട് ശരിയാക്കി തരാൻ ഞാൻ മാനേജർ സ്വാമിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താക്കോൽ തന്നു. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഒന്ന് കണ്ടിട്ടാവാം എന്ന് കരുതി. ചെറുതാണെങ്കിലും നല്ല വീടാ. അവിടെ താമസിച്ചവരൊക്കെ കരകയറി പോയിട്ടുണ്ട്. അത്ര ഐശ്വര്യമുള്ളതാ. ഏൽപ്പിക്കുന്ന ജോലി ഉത്തരവാദിത്തോടെ ചെയ്യണം. അതോടൊപ്പം തന്റെ ശ്രദ്ധ എല്ലായിടത്തും ഉണ്ടാവണം. സർ. സാമർഥ്യവും ആത്മാർത്ഥതയുള്ളവരെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് എനിക്കറിയാം.
അതുണ്ടെന്ന് തെളിയിക്കേണ്ട ബാധ്യത ബാലുവിൻ്റെതാണ്. മനസ്സിലാകുന്നുണ്ടോ? അതെ സർ. വരട്ടെ. ഓ, മുതലാളി ഇവിടെയാണോ താമസം? പിന്നെ അല്ലാണ്ട് താൻ പിന്നെ എന്നെ കയറി മുതലാളി എന്നൊന്നും വിളിക്കരുത്. കൃഷ്ണനുള്ള മുതലാളി എവിടെ? ഈ ഞാൻ എവിടെ? പണിക്കാർക്ക് മനസ്സറിഞ്ഞ് ശമ്പളം കൊടുക്കുന്നവനാ കൃഷ്ണപിള്ള. താനാണെങ്കിൽ ഒറ്റത്തടി. കിട്ടുന്ന കാശ് കണ്ടമാനം കളയരുത്. മാസം എന്നെ ഏൽപ്പിക്കും. ഞാനത് പലിശക്ക് കൊടുത്ത് ഇരട്ടിപ്പിക്കും. ലാഭത്തിന്റെ ഓഹരി തരിക്കുന്നില്ല. അച്ഛാ, എന്താ മോനെ സീതാമണി? കുളിക്കാൻ ചൂടുവെള്ളം എടുത്തു വെച്ചു. അപ്പൊ ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരട്ടെ. ചൂടുവെള്ളം നടത്താൻ പിന്നെ ഒന്നിനും കൊള്ളില്ല. വെറും പച്ചവെള്ളായി വരട്ടെ. ബാങ്കുകാരുടെ കള്ളാസൊക്കെ ശരിയായോ? അത് ഇന്നലെ ശരിയായി. കൽക്കത്ത മിൽസിന്റെ ഒരു കൺസൈൻമെന്റ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. 15,000 അഡ്വാൻസ് കൊടുത്തു. ഇനി 45 കൂടെ കൊടുത്താലേ ചരക്ക് അയക്കൂ. അതയക്കാൻ ഏർപ്പാട് ചെയ്തോളൂ. അതല്ല സർ, കഴിഞ്ഞ കൊല്ലം അവരുടെ ചരക്കെടുത്തിട്ട് വലിയ മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല. പലിശ കൂടി കണക്കൂട്ടിയാൽ ഇപ്പോൾ അഡ്വാൻസ് കൊടുത്ത 15-ലും വലുതാണ് നഷ്ടം. അവരുടെ ചരക്ക് മോശമാണെന്നെന്താ എന്നോട് ഇതുവരെ പറയാറുന്നത്? ഫയലുകൾ മറിച്ചു നോക്കിയപ്പോഴാണ് ഞാനിത് അറിഞ്ഞത്. ഇത് മാത്രമല്ല, ഇങ്ങനെ പലതും സാർ അറിയാതെ പോകുന്നു. പുറത്തു നടക്കുന്ന വെട്ടിപ്പും ചതിയും മാത്രമേ സാർ ശ്രദ്ധിക്കുന്നുള്ളൂ. ഞാൻ പറയുമ്പോൾ സാറൊന്നും തെറ്റിദ്ധരിക്കരുത്. കൊണ്ടുവാ. ഇതവണ നിർത്താൻ ഇതൊക്കെ വെറുതെ കിട്ടുന്നതാണോ? എന്നെ മുടിപ്പിക്കാൻ തന്നെ എന്റെ ഉറപ്പാട്. കുഴിച്ചുവിടാൻ മാത്രമുണ്ട്. സർ, ഈ ടൗണിൽ മില്ലുകാരുമായിട്ട് നേരിട്ട് ഇടപാടുള്ള ഏറ്റവും വലിയ ഏജൻസി നമ്മുടേതാണ്. പക്ഷേ നമുക്ക് മാത്രം ഒരു റീറ്റെയിൽ ഷോപ്പില്ല. ഇപ്പൊ തന്നെ വേണ്ടത്ര തലവേദന ഇല്ലേ ബാലു? അങ്ങനെയല്ല സർ, ഇവിടെ മറ്റാരേക്കാളും കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും കൂടുതൽ വെറൈറ്റി സാധനങ്ങൾ കൊടുക്കാൻ നമുക്ക് കഴിയും. നേരിട്ട് ഏജൻസി ഉള്ളതുകൊണ്ട് ഒരു കട തുടങ്ങാനുള്ള ചെലവല്ലാതെ വേറൊന്നും നോക്കാനില്ല. കേശുമോലാളിയുടെ തുണിക്കടയിലൊക്കെ കണ്ണിൽ കണ്ട സാധനങ്ങൾ തോന്നിയ വിലയ്ക്ക് വിറ്റ് കൊള്ളലാഭം ഉണ്ടാക്കുകയാണ്.
അങ്ങനെ അല്ലാണ്ടെയും ഒരു കട നടത്താമെന്ന് നമുക്കെന്താ ഒന്ന് കാണിച്ചു കൊടുത്താൽ? എന്നോട് മത്സരിക്കാൻ വേണ്ടി കൃഷ്ണപിള്ള വന്നു ഇപ്പൊ തുണിക്കടയും തുടങ്ങി. അതെ അച്ഛാ. അതേ അച്ഛ, എങ്ങാണ്ടൊന്നോ വന്ന ഒരുത്തിനെ കൊണ്ട് അയാൾ മോലെടുക്കുന്നു. ഇവിടെ എനിക്കെന്താ? അയാളെ പോലെ മക്കളില്ലാഞ്ഞിട്ടാണോ സഹായത്തിന്? എന്താ ഫലം? ഫലമുണ്ടോന്ന് അറിയാൻ അച്ഛൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം എന്നോട് ആലോചിച്ചിട്ടുണ്ടോ? ഇനിയിപ്പൊ ആലോചിക്കാത്ത കുഴപ്പമേ ഉള്ളൂ. മറ്റെല്ലാം ആയി. അച്ഛൻ എന്നെ ചുമതലയേപ്പിക്ക്, എന്നിട്ട് പറ. ഓ ഉവ്വ. അച്ഛാ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഉടനെ അയച്ചേക്കണം. താങ്ക് യു. ഹായ് ഷീല. ഹായ് ബാലു. ബാലു ഇവിടെ? അതൊക്കെ പറയാം. ഫ്രണ്ട്സ് ആണല്ലേ? ആ. നിങ്ങൾ മോളിൽ ചെല്ലു. അവിടെ ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട്. ആ രമേ, ഇവരൊന്ന് ശ്രദ്ധിക്കൂ. ഇരിക്കെ. ഞാനൊന്ന് വഴി വെച്ച് കണ്ടിട്ട് എന്നോടൊരു വാക്കുപോലും മിണ്ടിയില്ല. എനിക്ക് എന്ത് വിഷമം തോന്നിയെന്നോ? ഇത്രയും അടുപ്പമുള്ള ഷീലയോട് അങ്ങനെ വഴിയിൽ വെച്ച് പെരുമാറേണ്ടി വന്നപ്പോ അതിലേറെ വിഷമമായിരുന്നു എനിക്ക്. പെരുവഴിയിൽ ചുമടെടുക്കേണ്ട ഗതികേടിൽ വന്നുപെടുന്ന ഏത് ചെറുപ്പക്കാരനും ആ സാഹചര്യത്തിൽ പരിചയമുള്ള ഒരാളെയും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കില്ല. ഷീലയെ പോലൊരു പെൺകുട്ടിയെ പ്രത്യേകിച്ചും. മൈ ഗോഡ്, ബാലുവിനെ സമ്മതിക്കണം. ഇത്രയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും പിടിച്ചു നിന്നല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എവിടേക്കാ? ജോലിക്ക്. അല്ലാണ്ട് ഞാനവിടെ പോവാനാ? ആട്ടെ, ഈ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ മുഴുവൻ എന്ത് ചെയ്യുന്നു? അപ്പടി തിന്നു തീർക്കുവോ? പിന്നെ പിശുക്കി പിശുക്കി ഓരോ ചില്ലി സൂക്ഷിച്ചു വെക്കും. അങ്ങനെ സമ്പാദിച്ച് സമ്പാദിച്ച് വലിയ തുകയാക്കും. എന്തിന്? അത് പറയാം. ഒരുപാട് സ്വത്തുള്ള ഒരു ഊക്കൻ മുതലാളിയുടെ ഒരു മോളുണ്ട്, ഒരു കുറുമ്പി. അവളെ കെട്ടിക്കൊണ്ടുവരുമ്പോ തീറ്റിപ്പോറ്റാൻ. എടോ, ആ പോയ പെൺകുട്ടി ആണെന്നറിയോ? എന്റെ പെങ്ങളാ. ആണോ? സന്തോഷം. ഷീലയുടെ ബ്രദറിനെ ഇങ്ങനെയെങ്കിലും ഒന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ. പക്ഷേ തന്നെ പരിചയപ്പെടുന്നതിൽ എനിക്കത്ര വലിയ സന്തോഷമൊന്നുമില്ലെങ്കിലോ? അത് നിങ്ങളുടെ ഇഷ്ടം. താനാണ് കൃഷ്ണപിള്ളയുടെ പുതിയ ശിങ്കടി അല്ലേ? ആത്മാർത്ഥതയുടെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരെ നിങ്ങളുടെ നിഘണ്ടുവിൽ ശിങ്കിടി എന്നാണ് പറയുന്നതെങ്കിൽ അതെ, ഞാൻ കൃഷ്ണപിള്ള സാറിന്റെ ജോലിക്കാരനാണ്. അയാള് പോയി ചാവട്ടെ, അത് വേറെ കണക്ക്. പൊന്നുമോൻ ഇങ്ങോട്ട് നോക്ക്. എന്റെ പെങ്ങടെ പുറകെ വെള്ളം ഇറക്കിക്കൊണ്ടുള്ള ഈ വാലാട്ടി നടപ്പുണ്ടല്ലോ, അതൊക്കെ നിർത്തിക്കള പോറാ. നോക്കൂ മിസ്റ്റർ, നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഇന്ന് വരെ ഞാൻ ആരുടെയും പുറകെ വാലാട്ടി നടന്നിട്ടില്ല. ഓ, പിന്നെ എന്റെ പെങ്ങള് നിന്റെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ച് പുറകെ കൂടിയായിരിക്കും. കണ്ടു ഭ്രമിച്ചത് സൗന്ദര്യമാണോ എന്നറിയില്ല. പറഞ്ഞ പോലെ തന്നെയാണ് സംഭവം. സംശയം ഉണ്ടെങ്കിൽ പെങ്ങളെ വിളിച്ചൊന്ന് ചോദിച്ചോ. ആ, തൽക്കാലം പോ. തന്നെ പോലെ റോഡ് കറങ്ങലല്ല എന്റെ പണി. ചെന്നിട്ട് ഒരുപാട് ജോലിയുണ്ട്. വരുന്നടാ. ഇവൻ എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നോക്കിയേ. ഉമ്മാക്ക് കുപ്പായം തുണി. എനിക്ക് പോളിസ്റ്റർ ഷർട്ടും പോളിസ്റ്റർ മുണ്ടും. വല്ല കല്യാണത്തിന് കൊടുക്കാൻ കൊള്ളാം. എന്ത് ചെയ്യാൻ, പെണ്ണെ കിട്ടണ്ടേ? അയ്യോ, അത് തുറക്കല്ലേ. ജമീലക്ക്. പിന്നെ ഇതിന് എന്റെ കൊണ്ടുവന്നേ? കൊടുക്കേണ്ടവർ തന്നെ കൊടുത്താൽ മതിയെന്ന് കരുതി. ഒന്ന് പോടാപ്പാ, ആളെ കവൂറാക്കാതെ. ആ, ഒരു സന്തോഷ വാർത്ത. അബ്ബാസിക്ക് വെറുതെ വിടും. കേസിന് തെളിവൊന്നുമില്ല. ഈ ആഴ്ച തന്നെ ആള് പുറത്തു വരും.
മുട്ടി കൈതട്ടി താളത്തിൽ കൊട്ടി മുട്ടി കൈതട്ടി താളത്തിൽ കൊട്ടി ആടിപ്പാടി ചാഞ്ചാടി ആനന്ദം തേടി ആടിപ്പാടി ചാഞ്ചാടി ആനന്ദം തേടി കളിയാടി ഞാൻ കനവിൽ നടമാടി ഞാൻ നിലവിൽ തട്ടിമുട്ടി കൈതട്ടി താളത്തിൽ കൊട്ടി തട്ടിമുട്ടി കൈതട്ടി താളത്തിൽ കൊട്ടി ആടിപ്പാടി ചാഞ്ചാടി ആനന്ദം തേടി ആടിപ്പാടി ചാഞ്ചാടി ആനന്ദം തേടി കളിയാടി ഞാൻ കനവിൽ നടമാടി ഞാൻ നിലവിൽ തെക്കൻ കാറ്റിലാടും മാവിൻ മാറിൽ ചുറ്റും തെക്കൻ കാറ്റിലാടും മാവിൻ മാറിൽ ചുറ്റും കരബന്ധനം നിൻ ചുടുചുംബനം ഉലകമേതോ സുരനന്ദനം താളത്തിൽ മേളത്തിൽ താരുണ്യം പാടുന്ന രാഗോത്സവം സ്നേഹിച്ചു ദാഹിച്ചു മോഹിച്ച ചുണ്ടിന്റെ പാനോത്സവം തട്ടിമുട്ടി കൈതട്ടി താളത്തിൽ കൊട്ടി തട്ടിമുട്ടി കൈതട്ടി താളത്തിൽ കൊട്ടി ആടിപ്പാടി ചാഞ്ചാടി ആനന്ദം തേടി ആടിപ്പാടി ചാഞ്ചാടി ആനന്ദം തേടി കളിയാടി ഞാൻ കനവിൽ നടമാടി ഞാൻ നിലവിൽ ജോല നീ വെൺമേഘം നീ പൂഞ്ചോല നീ വെൺമേഘം നീ നഭസിൽ വസന്തോത്സവം താളത്തിൽ മേളത്തിൽ താരുണ്യം പാടുന്ന രാഗോത്സവം സ്നേഹിച്ചു ദാഹിച്ചു മോഹിച്ച ചുണ്ടിന്റെ പാനോത്സവം തട്ടിമുട്ടി കൈതട്ടി താളത്തിൽ കൊട്ടി തട്ടിമുട്ടി കൈതട്ടി താളത്തിൽ കൊട്ടി ആടിപ്പാടി ചാഞ്ചാടി ആനന്ദം തേടി ആടിപ്പാടി ചാഞ്ചാടി ആനന്ദം തേടി കളിയാടി ഞാൻ കനവിൽ നടമാടി ഞാൻ നിലവിൽ എന്താ സീതാമണി ഇത് കുറെ വെറുതെ കിട്ടുന്നതാ നിനക്ക് എന്ത് പറ്റി ഭർത്താവേ രക്ഷിക്കണേ ആ പോട്ടെ വണ്ടി പോട്ടെ ആ മതി മതി ആ പിടിച്ചേ ആ ഡാ ശവപ്പെട്ടി പിടിക്കുന്ന പോലെ പിടിക്കലടാ ആ പതുക്കെ ആ ഡാ വീലില്ലടാ മോനെ ആ മിറ്റത്തിക്കേട്ടല്ലേ ആ ഓ ദൈവമേ ഫോൺ വരൂ ഇപ്പോ ആ ഹലോ അതെ അതെ സ്റ്റാർ ഹോട്ടൽ തന്നെ മസാല ദോശ മാത്രല്ല ചിക്കൻ റോസ്റ്റ് തൊട്ട് പട്ടിയിറച്ചി വരുന്നുണ്ട്
നേരം വെളുത്തല്ലേ ഉള്ളൂ. പണ്ടാറുടങ്ങാൻ. ഞാൻ ആദ്യം കട ഒന്ന് തുറക്കട്ടെ. ഞാൻ വല്ല പച്ചത്തറി പറഞ്ഞാണ്ടല്ലോ. വന്ന് കയറുമ്പോഴേക്കും തുടങ്ങും ഒടുക്കം പിടിക്കാനായിട്ട്. നാശങ്ങള്. ജെയിംസേ, ഇക്കണക്കിന് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന തോന്നണേ. അതിപ്പോ പ്രത്യേകം പിടിച്ചിട്ട് വേണോ ഇനി? ജെയിംസേ, തുടങ്ങിയില്ലോടെ ഇംഗ്രാവിളി. എവിടെയാടാ? കേശുമുതലാളിയുടെ കടയിലാ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കണ്ടതാ. പോക്കിരി തരമല്ലേ കേശുമുതലാളി കാണിച്ചത്. ആ പാവം മറുതൂട്ടിയാശം 10-15 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുക. കേശുമുതലാളിയുടെ മകന് അയാൾ പറഞ്ഞെന്തോ പിടിച്ചില്ല എന്ന് പറഞ്ഞ് മുന്നും പിന്നും നോക്കാതെ പിരിച്ചുവിടുക എന്ന് പറഞ്ഞ ഇതെന്താ വെള്ളരിക്കപ്പെട്ടോ? എടാ, എന്താണ് ഇവിടെ? മറുതൂട്ടിയെ കൊച്ചുമുതലാളി പിരിച്ചു വിട്ടു. എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ വരുന്നത്. അവനവിടെ ഒന്ന് പറഞ്ഞു, ഇവനെ പിരിച്ചു വിട്ടത് തന്നെയാ. അതിനിപ്പോ എന്താ വേണ്ടത്? ഇത് ശരിയാണോ മുതലാളി? ശരിയും തെറ്റും നീ എന്നെ പഠിപ്പിക്കണ്ട. എന്റെ കടയിൽ ആര് വേണം ആര് വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കും. അപ്പൊ ഈ കണക്കിന് ഒരു കാരണം കൂടാതെ നാളെ ഞങ്ങളെയും പിരിച്ചുവിടില്ലെന്ന് ആര് കണ്ടു? ഒരു സംശയവും വേണ്ട. തോന്നിയാ ഞാനത് ചെയ്യും. നല്ല മനസ്സുണ്ടെങ്കിൽ നിന്നാ മതിയടാ പണിക്ക്. ഇത് എവിടത്തെ ന്യായമാ മുതലാളി? ഇതാ ഇപ്പൊ എന്റെ ന്യായം. ഈ കടയിൽ എനിക്ക് ഇതിനെ മനസ്സുള്ളൂ. കമാന്നൊരക്ഷരം മിണ്ടാണ്ട് മര്യാദയ്ക്ക് പണിയെടുക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ നിന്നോ. ഇല്ലെങ്കിൽ ഇറങ്ങി പോരായി ക്ഷണം. എല്ലാവരോടുമായിട്ടായി പറയുന്നത്. പണിക്ക് എനിക്ക് വേറെ ആളെ കിട്ടുവാടാ. മുതലാളിക്ക് വേറെ ആളെ കിട്ടുമായിരിക്കും. പക്ഷേ പട്ടിയെ പോലെ ഇറങ്ങിപ്പോയിട്ട് ഇനി വരുന്നവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഞങ്ങൾ സമ്മതിച്ചിട്ട് വേണ്ടേ? ഇക്കാര്യം പറയുന്നതാ തെണ്ടി. എന്റെ കടയിൽ നിന്ന് എന്റെ ചോറുണ്ട് എന്റെ മുഖത്ത് നോക്കി ഇറങ്ങിപ്പോടാ പട്ടികളെ. आराम सादे कुत्ते की औलाद. ഇത്രയും നാള് ജയിലിൽ പോലീസിന്റെ അടിയും ചവിട്ടും കൊണ്ടിട്ടും അവൻ പഠിച്ചോ നോക്കി. വന്ന ഉടനെ പിന്നെയും പോയിരിക്കുന്നു തല്ലുകൂടാൻ. എന്തിനാടാ അബ്ബാസ ഇങ്ങോട്ട് പോന്നത്? ആ ജയിലിൽ തന്നെ അങ്ങ് കൂടാമായിരുന്നില്ലേ? എത്ര പേര് പറഞ്ഞാലും നാണമുണ്ടോ നോക്കി. കണ്ടില്ലായിരുന്നു ഇളിക്കുന്ന ഇളി. നിക്കാഹ് ഒരു പെങ്ങളവനെ കൊണ്ടെന്നുള്ള വിചാരം ഉണ്ടോടാ? ആരാ പറഞ്ഞത് വിചാരമില്ലെന്ന്? കണ്ണടച്ച ഞാൻ കാണുന്ന കിനാവിൽ മുഴുവൻ എന്റെ ജമീളയല്ലേ? ഇല്ലെങ്കിൽ ബോംബെയിൽ ദാതയായിരുന്ന ഞാൻ ഉമ്മ മറിച്ച ഉടനെ എന്റെ പെങ്ങളെ കാണാൻ വരുവോ? ഇവിടെ താമസിക്കൂ? 10ാമത്തെ വയസ്സ് തൊട്ട് അവിടെ കഴിഞ്ഞതാണ് ഞാൻ. ഇനി എവിടെങ്കിലും പോയി തല്ല വഴക്കം ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞ നിന്റെ ചന്തിക്കെട്ട് ഞാൻ തല്ലു തരും. അയ്യോമ്മ, തല്ലിക്കോ. പക്ഷെ ചന്തിക്കെട്ട് മാത്രം തല്ലരുത്. എനിക്ക് കിളിയാകും. ശരി, വന്ന് വല്ലതും കഴിക്കേ. ഇപ്പോഴൊന്നും വേണ്ടുമ്മ. ഞാൻ എന്റെ പുന്നാര പെങ്ങളെയും കൂട്ടി വീട്ടിൽ പോട്ടെ. അവളുടെ കൈകൊണ്ട് എന്തെങ്കിലും വാങ്ങി തിന്നിട്ട് എത്ര നാളായി? ബാ ജമീല, ബാ ബാ. അച്ഛൻ എന്തൊരു പോക്കണ കടയിൽ കാണിച്ചത്? ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തത് ഒന്നും കാണാതെ ആ അബ്ബാസിനെ കയ്യോടെ പിടിച്ച് ആത്താക്കാൻ വേണ്ടി തന്നെയാ. പിടിച്ചകത്താക്കിയിട്ട് പിന്നെ എന്തോ ചെയ്യും? കേസ് ചാർജ് ചെയ്യും, ശിക്ഷിക്കും. അത്രയല്ലേ ഉള്ളൂ. തൂക്കിക്കൊല്ലത്തില്ല. ഓ എടാ കഴുതേ, അവൻ ശിക്ഷയും കഴിഞ്ഞ് പുറത്തിറങ്ങും. നേരൊരു വരവുണ്ട്. പിന്നെ എന്റെ അടുത്തേക്ക് എടുത്തിട്ട് അലക്കാൻ. അടിയും തൊഴിയും കൊള്ളേണ്ടത് ഞാനാ. ആ ചെകുത്താനും നിനക്ക് അറിയില്ല. പോയി പണി നോക്ക്.
അയ്യോ പതുക്കെ. ആ കാലന്റെ ഒട്ടുക്കത്തൊരീട്ടി. അപ്പോ കേശുവിന് എന്നെ പേടിയുണ്ട്. അല്ലെങ്കിൽ പോലീസ് ഒന്ന് ചോദിച്ചപ്പോ പരാതിയില്ലെന്ന് പറയുവോ? തല്ല് കൊടുത്തതിന് ഫലമുണ്ട്. ഒരിക്കൽ ചക്ക വീണു, മുയല് ചാകുകയും ചെയ്തു. എന്ന് കരുതി ചുമ്മാതങ്ങ് ഞെളിയാതെ അബ്ബാസ്ക്ക. ഇടാ ഉമ്മറേ, അബ്ബാസ് ജനിച്ചത് ആണായിട്ടാ, മാറിക്കുന്നതും ആണായിട്ട് തന്നെ. ഇക്കായ്ക്ക് എന്താ അങ്ങനെ പറഞ്ഞാ പോരെ? പിന്നുള്ളവരുടെ മനസ്സിൽ ഇവിടെ തീയാണ്. എനിക്ക് ആരാ ഉള്ളത്? സ്വർഗത്തിലെ ഹൂരിമാരെ പോലെ നിന്നെ നോക്കാൻ ചുണയുള്ള ഒരു പുതിയ പ്ലയെ ഞാൻ നിനക്ക് കൊണ്ടു തന്നാ പോരെ? പോലീസുകാര് പഠിച്ച പണി 18 നോക്കിയിട്ടും കേശു എന്നൊരു വാക്ക് തന്റെ വായിന്ന് വീണില്ല. അയാൾ തന്നോട് കാണിച്ച എന്തോ ആകട്ടെ, കൂടെ നിന്നിരുന്ന കാലത്ത് താൻ അയാളോട് കാണിച്ച ആ കൂറ്, അതിനോട് എനിക്ക് ബഹുമാനമുണ്ട്. ഉണ്ണുന്ന ചോറിന് ഉചിതം കാട്ടുക അധികം പേർക്കും പരിചയമില്ലാത്ത കാര്യമാണ്. വിശ്വസിക്കാൻ കൊള്ളാവുന്നവരെ എന്നും എവിടെയും ഞാൻ തേടി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തന്നെ വിളിപ്പിച്ചത്. അബ്ബാസിന് എന്റെ കൂടെ നിൽക്കാവോ? കേശു തന്നെ ഉപയോഗിച്ച പല വളഞ്ഞ വഴികളും കാണും. എനിക്ക് ആ പണിയില്ല. ആ വഴിക്ക് തന്നെ ഒട്ട് ഉപയോഗിക്കുകയും വേണ്ട. നേരെ വാ, നേരെ പോ. ഒത്ത വഴിയേ ഉള്ളു എനിക്ക്. എന്നും എവിടെയും എന്റെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള ഒരാൾക്ക് വേണ്ടി ഞാൻ എന്തും സഹിക്കും, എന്തും ചെയ്യും. അതിൽ ചതിവ് പറ്റിയാൽ ഞാൻ സഹിക്കില്ല. ഞാനെന്ന വ്യക്തിയെ വിശ്വസിച്ച് എന്നോട് കൂറ് കാണിച്ച് എന്റെ നിന്നിട്ടുള്ള ആർക്കും ഇന്നോളം ചതിവ് പറ്റിയിട്ടില്ല. ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ ഞാൻ ഇപ്പൊ തൊട്ടേ നിങ്ങളുടെ കൂടെയുണ്ട്. ഇൻഷാ അല്ലാ. രണ്ട് ഐസ്ക്രീം വേറെ. അത് മതി. Ladies and gentlemen, our program starts with a fine piece of music and dance. Raju and Usha at the stage. We invite everybody to join with us. Come on everybody. Come on everybody to dance and sing. കണ്ണും കണ്ണും പൂമഴ, ചുണ്ടും ചുണ്ടും തേന്മഴ, പെയ്യും പൂന്തേൻ മഴ, ചെങ്ങം തിങ്ങം മങ്ങി പെയ്യും പൂന്തേൻ മഴ, ചുണ്ടും ചുണ്ടും തേന്മഴ, പെയ്യും പൂന്തേൻ മഴ, ചെങ്ങം തിങ്ങം മങ്ങി പെയ്യും പൂന്തേൻ മഴ.
പ്രേമഗാനം ലയമാധുരി ഗാനകല്ലോലിനി മെല്ലെ മെല്ലെ പറക്കുന്ന കല്ലോലിനി കണ്ണും കണ്ണും പൂമഴ ചുണ്ടും ചുണ്ടും തേന്മഴ പെയ്യും പൂന്തേൻ മഴ ചന്നം തിങ്ളം മണ്ണിൽ പെയ്യും പൂന്തേൻ മഴ കാലം പൂക്കാലമായി നേരം ആനന്ദ സായന്തനം ലോകം പൂവനം ഗഗനവനവേദിയിൽ വസന്ത കുസുമ നൃത്തവേദി കളിയാടിടും നമ്മൾ മാലാഖമാ മെല്ലെ മെല്ലെ പറക്കുന്ന മാലാഖമാ കണ്ണും കണ്ണും പൂമഴ ചുണ്ടും ചുണ്ടും തേന്മഴ ചന്നം തിങ്ളം മണ്ണിൽ പെയ്യും പൂന്തേൻ മഴ ചന്നം തിങ്ളം മണ്ണിൽ പെയ്യും പൂന്തേൻ മഴ നമസ്കാരം. കടയിൽ അന്വേഷിച്ചു. അപ്പൊ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. നേരെ ഇങ്ങോട്ട് പോന്നു. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എത്രത്തോളം കൊണ്ടുപോകാതെ കഴിക്കാമായിരുന്നു. സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. അത് നമുക്ക് ഇരു കൂട്ടർക്കും മറക്കാം. വറുതൂട്ടിയെ തിരിച്ചെടുക്കണം. രമ്യതയിൽ നമുക്ക് കാര്യങ്ങൾ തീരുമാനിച്ചെടുക്കാം. എനിക്ക് അങ്ങനെ വിശേഷിച്ച് തീരുമാനിക്കാൻ ഒന്നുമില്ല. എന്ന് വെച്ചാൽ തെളിച്ച് തന്നെ പറയാം.
വറുതൊട്ടിയെ പിരിച്ചുവിട്ടത് പിരിച്ചുവിടാൻ വേണ്ടിട്ട് തന്നെയാ. പിരിച്ചുവിടാൻ മാത്രം മതിയായ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അത് ഞാൻ അന്വേഷിച്ചോളാം. നിങ്ങൾ അറിയണമെന്നില്ല. നോക്ക് കേശു, പഴയ കാലമല്ല ഇത്. അറിഞ്ഞുകൊണ്ട് അബദ്ധങ്ങൾ ചെയ്യരുത്. അപകടത്തെ ക്ഷണിച്ചു വരുത്തലാവും അത്. ഭീഷണിപ്പെടുത്തുകയായിരിക്കും. നിങ്ങളത് എങ്ങനെ എടുത്താലും എനിക്കൊരുപോലെയാണ്. കഴിഞ്ഞ 15 വർഷമായി നിങ്ങളുടെ കടയിൽ സ്ഥിരമായി ജോലി ചെയ്തിരുന്ന ഇയാളെ ഒരു കാരണവും കൂടാതെ പിരിച്ചുവിട്ടാൽ അത് കണ്ട് കയ്യും കെട്ട് നോക്കി നിൽക്കാൻ തൊഴിലാളികൾക്ക് സാധ്യമല്ല. ചുമ്മാ പേടിപ്പിക്കാതെ മിസ്റ്റർ. ഇതിലും വലിയ ഉമ്മാക്കികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് മനസ്സുണ്ടായിട്ട് ഞാൻ പിരിച്ചുവിട്ടു. അതെന്റെ ഇഷ്ടം. ഇതാണ് അവസാന വാക്കെങ്കിൽ കേശു, നിങ്ങൾക്ക് ഈ മനസ്സും ഇഷ്ടവും താനേ മാറ്റേണ്ടി വരും. വാ. പക്ഷെ ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല സഹാവേ. ഇന്ന് ഒരു വറുതുകുട്ടിയോട് ഒരു കേശു മുതലാളി കാണിച്ചെങ്കിൽ നാളെ 1000 വറുതുകുട്ടിമാരോട് 1000 കേശു മുതലാളിമാരെ കാണിക്കില്ലെന്ന് ആര് കണ്ടു? ഉമ്മർ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ നമ്മൾ തോറ്റു കൊടുക്കൂല. സമരപരിപാടികളുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് എന്റെ തീരുമാനം. പക്ഷേ അത് സമാധാനപരമായിരിക്കണമെന്ന് മാത്രം. വറുതുകുട്ടിയെ തിരിച്ചെടുക്കാതെ, കേശുവിന്റെ മർക്കടപുഷ്ടി അവസാനിപ്പിക്കാതെ നമ്മൾ പിന്തിരിയുന്ന പ്രശ്നമേ ഇല്ല. കേശുമുതലാളിയുടെ മർക്കടപുഷ്ടി അവസാനിപ്പിക്കുക. വിജയം വരെയും സമരം ചെയ്യും. വറുതുകുട്ടിയെ തിരിച്ചെടുക്കുക. വിജയം വരെയും സമരം ചെയ്യും. ഹലോ, സെൻട്രൽ പോലീസ് സ്റ്റേഷനല്ലേ? എസ് ഐ ശ്രീധരനാണ്. ഞാൻ കേശു മുതലാളി. എന്റെ കടയുടെ നോക്കൂ ഇൻസ്പെക്ടർ, ഒരു കാര്യവുമില്ലാതെ നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിക്കുക. അങ്ങനെയല്ല മാഷെ. ചന്തക്കടവിലെ കടയിലാണ് തൊഴിൽ കുഴപ്പവും സമരവും. ഇത് തുണിക്കടയാണ്. ഈ സ്ഥാപനവും അതുമായി ഒരു ബന്ധവുമില്ല. അപ്പോ പിന്നെ ഇവിടെ ഈ സമരം നടത്തുന്നത്? ഇൻസ്പെക്ടർ, ലെറ്റർ പാഡിൽ പേരുകൾ മാറ്റിയടിച്ചതുകൊണ്ടോ നെയിം ബോർഡ് മാറി മാറി തൂക്കിയതുകൊണ്ടോ രണ്ടും രണ്ടാകുന്നില്ല. അതുകൊണ്ട് എഴുത്തും വായന അറിയാത്ത പാവങ്ങളെ പറ്റിക്കാവുന്നേ ഉള്ളൂ. 2 കടയുടെ ഉടമസ്ഥൻ കേശുവാണ്. അയാൾ എവിടെ ഉണ്ടെങ്കിലും അവിടെ ഈ തൊഴിലാളികളുടെ പ്രതിഷേധത്തിന് ശബ്ദം ഉയരും. തുണിക്കടയിലെ കച്ചവടത്തിന് യാതൊരു തടസ്സവും സൃഷ്ടിക്കാതെ തികച്ചും സമാധാനപരമായിട്ടാണ് ഇവർ സമരം ചെയ്യുന്നത്. ഇതിവിടുത്തെ നിയമം അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരെ തടയാം, അറസ്റ്റ് ചെയ്യാം. ആദ്യം എന്നെ തന്നെ. സമാധാനപരമായി നടത്തുന്ന തൊഴിൽ സമരങ്ങൾ പോലീസിന് ഇടപെടാൻ അധികാരമില്ല മിസ്റ്റർ കേശവൻ. ഈ സമരം നിയമം അനുവദിച്ചിട്ടുള്ളതാണ്. ഐ എം സോറി. എന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ? നിയമത്തിന്റെ ദൃഷ്ടിയിൽ ഏതാണ് ശരിയെന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ്, നിങ്ങളല്ല. നിങ്ങളെക്കാൾ കേമന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുൻപ് കൂടെ ഉണ്ടായിരുന്നു. അവരാരും ഞങ്ങളെ കൊച്ചാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതും നിങ്ങൾ ഓർത്തോ? മുമ്പിരുന്നവർ കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാൻ വേണ്ടി അല്ല മിസ്റ്റർ കേശവൻ ഞാൻ ഈ കുപ്പായം ധരിച്ചത്. വേണ്ട, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. പോയിക്കോ. പറയിപ്പിക്കേണ്ടവരെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്കറിയാം. മോളിൽ നിന്ന് ഉത്തരവ് വരും. അപ്പൊ ഈ ഹുങ്കുമാറി താൻ അനുസരിച്ചോളൂ. ഞാനിത് എത്ര കണ്ടതാ. നിങ്ങൾ ഒരുപാട് കണ്ടു കാണും. പക്ഷേ എന്റെ മനസാക്ഷി ഇവിടുത്തെ നിയമം അനുവദിക്കാത്ത കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഉത്തരവ് ഏത് മോളിൽ നിന്ന് വന്നാലും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. ഡു വാട്ട് യു വാണ്ട്. എടാ കേശു, ആര് പറഞ്ഞു അകത്തേക്കൂടെ? നാശം. ഇറക്കി വിടാനെ. ഇറക്കി വിടാനോ? എന്താണ് കേശു നീ എന്നെ പറഞ്ഞത്? ഇതിനെന്നോ? എടാ, നന്ദി എന്ന് പറഞ്ഞതേ പട്ടിക്കും പൂച്ചയ്ക്കും മാത്രമുള്ളതല്ല, മനുഷ്യനും കൂടി പറഞ്ഞിട്ടുണ്ടടാ. അറിയോ നിനക്ക്? ആരോ ആർക്കോ ഉണ്ടാക്കി വിട്ട് മൂക്കളയെ ഒലിപ്പിച്ച് തെണ്ടി തിരിഞ്ഞ് ചന്തക്കടവിൽ കരഞ്ഞു നടന്നിരുന്ന നിന്നെ 2 കാലയിൽ എഴുന്നേറ്റ് നടക്കാൻ ശേഷി ഉണ്ടാക്കിയത് ഞാനാണ്. ചവി അതിനിപ്പോ എന്ത് വേണോന്നാ? ഞാൻ തന്ന പഴങ്ങഞ്ഞി വെള്ളം കുടിച്ച് വളർന്ന നാറി അവൻ എന്നോട് ചോദിക്കുന്ന കേട്ടില്ലേ എന്ത് വേണോന്ന്? നിങ്ങളിപ്പോ എന്തിനാ എങ്ങോട്ട് കെട്ടിയെടുത്തത്? നിന്റെ മൂതക്കുറ്റി വിട്ട് തരാനടാ. ആ വറുതുട്ടി ഒരു പാവം പണിക്കാരനല്ലേ. അവനോട് ഈ ദ്രോഹം ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ ദുഷ്ട? അവേ, നിങ്ങളുടെ ജോലി നോക്ക്. അതൊക്കെ ഞാൻ അന്വേഷിച്ചോളാം. അന്വേഷിക്കും. ഇവിടെ ചൂലേ,
നീ അനുഭവിക്കും ഈ ചെയ്യണ ദ്രോഹത്തിന് മുഴുവനും. ചെകുത്താന്റെ ഒരു കാറും അവന്റെ ഒരു പത്രാസും. അബ്ബാസ്കയിലെവിടെ? ഇക്ക ഇവിടെ ഇല്ല, പുറത്തുപോയി. ആരാ? ശബ്ദം കേട്ട് മനസ്സിലായില്ലെങ്കിൽ വേണ്ട. ഉമ്മക്കാണ്. ആ അബ്ബാസ്കയിലല്ലോ, ഞാൻ പോണം. ഇക്ക ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കൂലേ? എന്നല്ല, വാതുക്കൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കുത്തിയിരിക്കുക, എന്നിട്ട് അകത്ത് നിന്ന് വരുന്ന അശരീരി പോലുള്ള ശബ്ദത്തോട് സംസാരിച്ചോണ്ടിരിക്കുക. അയ്യോ, അത് ഭയങ്കര ബോറിടപാടാ. എനിക്ക് വേറെ പണിയുണ്ട്. അയ്യോ ഉമ്മക്ക, ഞാൻ കുളിക്കാണ്. അതല്ലേ ഉമ്മക്ക ഇരിക്കേ, ഞാൻ ഇപ്പൊ ചായ കൊണ്ടുവരാം. അയ്യോ ചതിക്കല്ലേ, മനുഷ്യന്റെ വെട്ടത്ത് വരാവുന്ന തരത്തിൽ വല്ലത് ഉടുത്തോണ്ട് വേണേ വരാൻ. ഞാനിങ്ങനെ പഴയ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അല്ല, അബ്ബാസ്ഖാനെ കാണാനേ കിട്ടുന്നില്ലല്ലോ. ജമീല പറഞ്ഞ അബ്ബാസ്ഖ ഇപ്പൊ വരും, അതുകൊണ്ടാണ് ഞാനിവിടെ ഇരുന്നത്. ടിക്കറ്റ് നമുക്കിട്ട് വെക്കുന്ന 2 തവണ തന്നെ തിരക്കി ഞാൻ അവിടെ വന്നിരുന്നു. ഉമ്മയോട് ചോദിക്ക്. ഉമ്മയ്ക്ക് പണ്ട് എന്നെ കുറിച്ചായിരുന്നു പരാതി, ഇപ്പോ പരാതി തന്നെ കുറിച്ചാണ്. താൻ യൂണിയൻ ഓഫീസിൽ തന്നെ പെറ്റ് കിടക്കുകയാണെന്ന്. എന്ത് ചെയ്യാൻ അബ്ബാസ്ഖ, ഞാൻ ഇങ്ങനെ ഒരു തൊഴിലാളിയായി ജനിച്ചു പോയില്ലേ. അപ്പൊ പിന്നെ ഞാനാരാ, മുതലാളിയോ? കേട്ടോ അബ്ബാസേ, താൻ എന്റെ കൂടെ കൂടിയതിനു ശേഷം ഒരു ഗുണം പ്രത്യേകിച്ച് ഉണ്ടായിട്ടുണ്ട്. ഇരുട്ടടി കിട്ടുമെന്ന പേടിയില്ലാതെ മനസമാധാനത്തോടെ വെളിയിലിറങ്ങി നടക്കാവില്ലേ? അതുകളാ, പണ്ടും അതെ ഇന്നും അതെ, നെഞ്ചു വിരിച്ച് തന്റെ ഇടത്തോടെ കൃഷ്ണവൻ നടന്നിട്ടുള്ളൂ. അതല്ല, താൻ കൂടെ ഉള്ള കാരണം ഇവിടുത്തെ പണിക്കാരൊക്കെ ഒന്ന് ഉഷാറായിട്ടുണ്ട്. വല്ല കള്ളപ്പണിയോ മടിയോ കാണിച്ചാൽ എപ്പോഴാ തന്റെ ഇരുമ്പോലത്തെ കൈ പുറത്തു വീഴുന്ന് പറയാൻ ഒക്കത്തില്ലല്ലോ. പക്ഷേ പകല് പോലത്തെ ഒരു സത്യമുണ്ട് മുതലാളി. സതിയോ ദ്രോഹമോ ചെയ്യാത്ത ഒരുത്തന്റെ നേരെയും അബ്ബാസിന്റെ കൈന്നോളം പൊന്തിയിട്ടില്ല, മയ്യത്താവോളം പൊന്തുകയുമില്ല. ആ ഒരൊറ്റ ധൈര്യത്തിലല്ലേ ഞാൻ കണ്ണും പൂട്ടി തന്റെ കൂടെ നടക്കുന്നത്. ഉയിര് പോയാലും വിശ്വസിച്ചവരെ ഞാൻ വിടൂല. അതോ പതുക്കെ. അയ്യോ, പണ്ട് ഒരുപാട് ചോട വന്ന് നഴമ്പുണ്ടെങ്കിലും തന്റെ ഇരുമ്പോലത്തെ കൈ താങ്ങാനുള്ള കെൽപ്പ് ഇപ്പൊ എന്റെ തോളല്ലില്ല. കേശുമുതലാളിയുടെ അവിടെ സമരം മൂർച്ഛിച്ചു. ആ ചന്തയിലെ കട മാത്രമല്ല, തുണിക്കട, ചാരായ ഷാപ്പ്, ഓഫീസ്, ഗോഡൌൺ എല്ലാം പൂട്ടി. എല്ലായിടത്തും തൊഴിലാളികൾ സമരത്തിലാണ്. കാര്യം ശരിക്കും കുഴയെന്ന് തോന്നുന്നു. ആ സൈത്താൻ അനുഭവിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ആ തീ കൊണ്ടാണ് കളിക്കുന്ന കരുത മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് കച്ചവടത്തിന് ഇറങ്ങുമ്പോ ധനമല്ല വേണ്ടത്, നയമാണ്. അതെ. ഇതാര് കേശു? ഇരിക്ക. വന്ന കാര്യം മുഖവരി ഒന്നും ഇല്ലാണ്ട പറയാം. ആശാൻ എന്നെ ഒന്ന് രക്ഷിക്കണം. വറുതിയെ പിരിച്ചുവിട്ടു. തെറ്റായാലും ശരിയായാലും അത് ചെയ്തു പോയി. ഇനിയിപ്പോ അത് പിൻവലിച്ച് അയാളെ തിരിച്ചെടുത്താൽ അത് എനിക്കൊരു കുറച്ചിലാവും. അയാൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഇനി ചെവി അറിയാൻ നമുക്ക് കൊടുക്കാം. പക്ഷെ പ്രശ്നം അവസാനിപ്പിക്കണം. ക്ഷമിക്കണം കേശു, പ്രശ്നം അവസാനിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, വറുതൊട്ടിയെ തിരിച്ചെടുക്കുക. അയ്യോ, അത് മാത്രം പറ്റില്ല. അതെന്റെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമായി പോയില്ലേ. തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങളെക്കാൾ വലുതാണ് മറ്റാരുടെയെങ്കിലും അഭിമാനം എന്ന് കരുതാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ആശാൻ വിചാരിച്ചാൽ സാധിക്കാത്ത കാര്യങ്ങളാണോ? വേണമെന്ന് വിചാരിച്ചാലാണോ വഴിയുണ്ടാകാത്തത്? എന്തായത്? പോരെങ്കിൽ പറഞ്ഞോ, എത്രയാ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ തരാം.
എന്റെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ? താനീ ചെയ്ത പ്രവൃത്തിക്ക് മറുപടി പറയേണ്ടത് എന്റെ കാലെ കിടക്കുന്ന ചെരുപ്പ് കൊണ്ടാണ്. പക്ഷെ ഈ ചെരുപ്പിന് ഞാൻ കുറെ കൂടി മാന്യത കാണുന്നു. ഇറങ്ങടോ, ഇറങ്ങാൻ. ഇന്ന് എന്റെ കടകൾ അടച്ചിട്ടിരിക്കുകയാണ്. തൊഴിലാളികളുടെ തോന്നിയാസം കാരണം. എന്തും ചെയ്യാൻ മടി കാണിക്കാത്ത കുറെ തൊഴിലാളികളുള്ള ഈ നാട്ടിൽ നമ്മളെ പോലെ പാവങ്ങളായ വ്യാപാരികൾക്കും ശക്തിയുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരും കടകൾ അടച്ചിട്ട് ഹർത്താൽ ആചരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഇത് എന്റെ കടയിൽ വന്നു, നാളെ ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെ കടയിലും ആവർത്തിക്കും. തൊഴിലാളികളുടെ ചൊൽപ്പടിക്ക് നമ്മൾ നിൽക്കണമോ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക. ഒരു വ്യക്തിയുടെ തോന്നിയാസത്തിന് കൂട്ടുനിന്ന് എല്ലാവരും കടയടച്ച് ഹർത്താൽ ആചരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ കടയിലെ തൊഴിലാളികളോട് ഞാൻ മാന്യമായിട്ടേ പെരുമാറാറുള്ളൂ. അവരാരും എനിക്ക് പണിമുടക്ക് നോട്ടീസ് തരുന്നുള്ള വിശ്വാസവും ഇല്ല. തൊഴിലാളികളെ വെറും തെണ്ടികളായിട്ടൊക്കെ ഉണ്ട്, അവർ ചിലപ്പോൾ സഹിച്ചെന്ന് വരില്ല. അവരർഹിക്കുന്ന എന്താണോ അതും കൊടുത്തു തീർക്കുന്നില്ല നല്ലത്. വെറുതെ നമ്മളെല്ലാവരും ഒരു ദിവസം കടയടച്ചെന്നാ കച്ചവടം മുടക്കുന്നത്. കട പൂട്ടിയിട്ട് ഒരു ദിവസം 12,000 രൂപയുടെ കച്ചവടം പോകും. ഒപ്പം കൊച്ചുരസിയുടെ നേർച്ചപ്പെട്ടിയുടെ 10-30 രൂപയും. കടയടയ്ക്കാൻ സമ്മതിക്കണ്ടോ? ഞാൻ സമ്മതിക്കില്ല. എന്തോരം കച്ചവടം പോവുക. എന്റെ പലിശയും. ഇതിനു മുൻപ് മറ്റു പലരുടെയും ആവശ്യത്തിന് വേണ്ടി ഈ സമിതി ഹർത്താൽ ആചരിക്കാൻ പറഞ്ഞപ്പോ ഒരു അക്ഷരം മിണ്ടാതെ കട പൂട്ടിയിട്ടവനാണ് ഞാൻ. ഇന്ന് എന്റെ ഒരു ആവശ്യം വന്നപ്പോ എല്ലാവർക്കും ഒരു വിമ്മിഷ്ടം പോലെ. ന്യായമായ കാര്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ചെളി വാരി അറിയാൻ എനിക്കും പറ്റും. ഇനി എന്താ വേണ്ട സമിതി തീരുമാനിച്ചോ? കുത്തുവാക്കുകൾ എനിക്കെന്താണെന്ന് അറിയാം. പ്രസിഡന്റ് എന്ത് വേണമെന്ന് തീരുമാനിച്ചു. അടയ്ക്കാൻ പറഞ്ഞ ഞാൻ അടയ്ക്കാം. പക്ഷെ അനങ്ങുമ്പോഴൊക്കെ ഹർത്താലായിരിക്കുന്ന ഏർപ്പാട് ഈ സമിതിക്ക് യോജിച്ചല്ലെന്ന് മാത്രം. തൊഴിലാളികളുടെ ഇടയിൽ അവരുടെ ഭീഷണി കണ്ട് ഭയപ്പെടുന്നവരല്ല നമ്മളെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു ദിവസത്തെ ഹർത്താൽ ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. എന്റെ റബ്ബേ, ഇന്നത്തെ ദിവസം മുതലാളിമാരുടെ സമരം വന്നത് നന്നായി. ഇന്ന് ഒരു ദിവസമെങ്കിലും എന്റെ മോൻ വീട്ടിൽ കാണുമല്ലോ. ചോറും കൂട്ടാനും ഉമ്മ മൂടി വെച്ചിട്ടുണ്ട്. വിശക്കുമ്പോ എടുത്ത് കഴിച്ചോണം. നാത്തൂന്റെ വീട്ടിൽ നിന്ന് 4 മണിക്കത്തെ ചായ കുടിയും കഴിഞ്ഞ് ഉമ്മ വരത്തുള്ളൂ കേട്ടോ. ഉമ്മ എവിടെ? അമ്മായിടെ വീട്ടിൽ പോയി. ഉമ്മ വരുമ്പം ഇതൊന്ന് കൊടുത്തേക്കാവോ? എന്താ ഇത്? ഇക്ക വന്നപ്പോ നല്ല വലിയൊരു മീൻ കൊണ്ടുവന്നു. അതിന്റെ തലയും 2-3 കഷ്ണവും ഇത്തിരി ചാറുമാണ്. മീൻകറി? ഉമ്മയ്ക്കാണ്. ഉമ്മാക്ക് മാത്രമുള്ള? വേണമെങ്കിൽ പിന്നുള്ളവർക്കും. ഓ, അങ്ങനെ ഇവിടെ ആർക്കും ഓശാരമൊന്നും വേണ്ട. ഉമ്മാക്ക് കൊണ്ടുവന്നല്ലേ, അവിടെ വെച്ചിട്ട് പോയിക്കോ. ഉമ്മക്കാരോട് പറഞ്ഞ് ജയിക്കാൻ വയ്യേ വയ്യ. ഉമ്മ പോണത് ഞാൻ കണ്ടായിരുന്നു. എന്താ മീൻ ചട്ടി അടുപ്പത്ത് വെച്ചോണ്ട് ഞാൻ കുളിക്കുന്നതിനിടയിൽ നീ എവിടെ പോയി? ഞാനിവിടെ അപ്പുറത്തുണ്ടായിരുന്നു. ഈ മീൻ ചട്ടിയില് മീന്റെ തല കാണുന്നില്ലല്ലോ. പൂച്ച കൊണ്ടുപോയോ? പട്ടി കൊണ്ടുപോയോ? പിന്നെ അപ്പുറത്തെ വീട്ടില് ഉമ്മാന്റെ അവിടെ ഉമ്മാക്ക് മീന്റെ തല വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു. നേര് പറഞ്ഞു.
ആർക്കാ മീൻ തല ഇഷ്ടം, ഉമ്മാക്കോ അതോ ഉമ്മാന്റെ പുന്നാറ മോനോ? പോയിക്ക കളിയാക്കാതെ. शादी की चांदनी रात आई है, झूले के संग मन झूले रे। शादी की चांदनी रात आई है, झूले के संग मन झूले रे। आज मेरी छोटी बहन की शादी की रात आ गई, आज मेरी छोटी बहन की शादी की रात आ गई। शादी है छोटी बहन की शादी है, शादी है छोटी बहन की शादी है। शादी की चांदनी रात आई है, झूले के संग मन झूले रे। മണിമാരൻ ഇന്ന് കല്യാണ മണവാളൻ, കണ്ണാന് നിന്നെ നിക്കാഹ് ചെയ്താൽ കാണുന്നതെല്ലാം ജന്നത്ത്. മണിമാരൻ ഇന്ന് കല്യാണ മണവാളൻ. കരളിലെ തോപ്പിൽ കാലം പോറ്റും കനിമലർ മോള് വന്നാട്ടെ. കാണും വീട് ബഹറായി തീരും, മായാത്ത പൂമാസം മണ്ണിൽ വന്നല്ലോ. മായാത്ത പൂമാസം കൽബിൽ മധുമയ പെയ്തല്ലോ. മായാത്ത പൂമാസം മണ്ണിൽ വന്നല്ലോ, മായാത്ത പൂമാസം കൽബിൽ മധുമയ പെയ്തല്ലോ. കനവിൻ മണിമാരൻ ഇന്ന് കല്യാണ മണവാളൻ. ഇക്കേട്ട പാട്ടൊന്നും പാട്ടല്ല, ഇക്കേട്ട പാട്ടൊന്നും പാട്ടല്ല. ഇക്കണ്ട ചിരിയൊന്നും ചിരിയല്ല, ഇക്കണ്ട ചിരിയൊന്നും ചിരിയല്ല. കല്യാണ രാത്രിയിൽ കാണേത്തു മണിയറയിൽ കാണാൻ പോകുന്നു പുതുപൂർവം. കല്യാണ രാത്രിയിൽ കാണേത്തു മണിയറയിൽ കാണാൻ പോകുന്നു പുതുപൂർവം. തരിതം 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 മല കണ്ട് മയങ്ങിയ വണ്ടേ, തരിതം 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 മല കണ്ട് മയങ്ങിയ വണ്ടേ. കളിയാടി രമിക്കുക ജീവിത വനികയിൽ കൽപ്പക മലരിതിൽ വണ്ടേ, കളിയാടി രമിക്കുക ജീവിത വനികയിൽ കൽപ്പക മലരിതിൽ വണ്ടേ. നീ പാടി മതിക്കുക വണ്ടേ, മധുനേടി നടക്കുക വണ്ടേ, നീ പാടി
വഴിയിൽ വെച്ച് തല്ലി വീഴ്ത്തി ഇപ്പൊ ആശുപത്രിയിലാ. ആദർശവും ന്യായവും പ്രസംഗിക്കുമ്പോ സാറിന് 100 ആയിരുന്നല്ലോ നാക്ക്. എന്നിട്ട് ആരോടും ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളുടെ സഖാവിനെ അവന്മാരെ തല്ലിച്ചതച്ചപ്പോ അവരാരാണെന്ന് ചോദിക്കാനോ അവരെ ശിക്ഷിക്കാനോ സാറിന് എന്തുകൊണ്ട് ചുണയില്ലാതെ പോയി സാറേ? ഉമ്മറെ, നിങ്ങളുടെ ക്ഷോഭം എനിക്ക് മനസ്സിലാവും. അതിനേക്കാൾ ഏറെ ക്ഷോഭം മനസ്സിലൊതുക്കിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കുഞ്ഞുനാളിലെ മരിച്ചുപോയ അച്ഛനെ എനിക്ക് ഓർമ്മയില്ല. ആ സ്ഥാനത്ത് ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് അകത്ത് മുറിവേറ്റ് കിടക്കുന്നത്. ഞാൻ ധരിച്ചിരിക്കുന്ന ഈ യൂണിഫോറത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരായിരുന്നാലും അവരെ ഞാൻ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. നമ്മുടെ സഖാവിനെ തല്ലിച്ചതച്ചത് ആരായാലും അവരെ കണ്ടുപിടിക്കാതെ അതിന് തക്കതായ ഒരു പരിഹാരം കാണാതെ നമ്മളാരും ഇനി പണിക്ക് പോകുന്ന പ്രശ്നമേ ഇല്ല. അത് മാത്രമല്ല, നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഹർത്താൽ ആചരിച്ച് അടച്ചിട്ടിരിക്കുന്ന കടകളൊന്നും തന്നെ നമ്മൾ ഇനി തുറപ്പിക്കുന്നതല്ല. ആദ്യം ഇതിനൊരു പരിഹാരം ഉണ്ടാവട്ടെ, എന്നിട്ടും അതിന് ചന്തയിലെ കച്ചവടം. മുതലാളി എന്താടാ കട തുറക്കണ്ട. തുറക്കാണ്ട് പിന്നെ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരിക്കൽ അടച്ചിട്ടതല്ലേ, ഇനി എന്ത് തുറക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാം. എന്താ ഉമ്മറ ഈ പറയണേ? ഈ കട മാത്രമല്ല, ബസാറിലെയും ചന്തയിലെയും ഒരു കടയും ഞങ്ങൾ തുറപ്പിക്കില്ല. ഞങ്ങളുടെ പ്രശ്നത്തിന് ആദ്യം പരിഹാരം ഉണ്ടാവട്ടെ. ഞങ്ങളുടെ സഖാവിനെ തല്ലിച്ചതച്ചതിന് ആദ്യം ഉത്തരം പറ, എന്നിട്ടും അതിന് കട തുറപ്പിക്കലും കച്ചവടമൊക്കെ. കയറിയിടാ വാ. ആ സ്റ്റാർ ഹോട്ടലിലേക്കുള്ള ഫോണായിരിക്കും. എടാ ജെയിംസേ, ചിക്കൻ റോസ്റ്റും പഴം പുഴുങ്ങിയതും വേണമായിരിക്കും. എടാ കൊണ്ടുപോയി കൊടുക്കടാ. അവന്റെ ഒരു സ്റ്റാർ ഹോട്ടലിന്റെ ഇപ്പൊ എന്തായി? അന്ന് മീറ്റിംഗ് വെച്ച് 100 തവണ പറഞ്ഞോ ഈ ഹർത്താൽ വേണ്ട വേണ്ടെന്ന്? ആരും കേട്ടില്ല. അന്നെല്ലാവരും കേശവൻ അലിവായിരുന്നു. ആ കടയടച്ച് വീട്ടിൽ ചെന്നിരുന്നു. കേശവ് കൊണ്ട് തരും ചെലവിന്. എന്റെ പൊന്ന് കൃഷ്ണപിള്ളേ, താൻ അന്ന് അത് പറഞ്ഞപ്പോ ഇത് ഇത്രയും വലിയ കോടാലി ആവുന്നു ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഇയാളാ പറഞ്ഞേ ഒരുമിച്ച് നിക്ക് ഒരുമിച്ച് നിക്ക് ഒരുമിച്ച് നിക്ക്. ഇപ്പൊ എന്തായി? അതുകൊട്ടെ, ഈ ബിസിനസ് എന്ന് പറയുന്നത് ഇവിടുന്ന് മേടിച്ചു അവിടെ കൊടുത്തു, അവിടുന്ന് മേടിച്ചു ഇവിടെ കൊടുത്തു. റോളിംഗ് ആണേ. എവിടെയെങ്കിലും ഒന്ന് താളം തെറ്റിയാ ടീം. എങ്ങനെയും കട നടന്നില്ലെങ്കിൽ ആകെ അവതാളത്തിലാവും. ഒറ്റ മാർഗേ ഉള്ളൂ, കേശു പിടിവാശി മാറ്റി ആ വറുതൊട്ടി തിരിച്ചെടുക്കട്ടെ. അവന് സമരം താനെ പിൻവലിക്കും. ഹൈ, അതിനുള്ള കണകുണിയും തിരിച്ചറിവും അവന് വേണ്ടേ? അതുകൊണ്ട് ഇപ്പൊ എന്തുണ്ടായി? ബാക്കിയുള്ളവർക്ക് പങ്കപ്പാടും കുരിശുമരണം. എന്റെ കടയിൽ ഇന്ന് വരെ ഒരു തൊഴിലാളിയെ ഞാൻ നിരോധിച്ചിട്ടില്ല. നാളെ ഞാൻ എന്റെ കട തുറക്കാൻ പോവാണ്. എതിർപ്പ് വന്നാൽ ഞാൻ നോക്കിക്കോളാം. ചോണ ഉണ്ടെങ്കിൽ അതിന്റെ തോൾ പിടിച്ച് നിങ്ങളും കട തുറക്കുക. അതേ വഴിയുള്ളൂ. ശരിയാ. അബ്ബാസ്ക, കട തുറപ്പിക്കരുത്. ഞാൻ തിന്നുന്നത് സോറിന്റെ പണിയാണ് ഞാൻ ചെയ്യുന്നത്. അത് തടയാൻ പറയണ്ട. യാവോ അബ്ബാസ്ക, വിയർപ്പൊഴുക്കി ചോറ് തിന്നുന്നവരാണ് നിങ്ങളെങ്കിൽ ഇവിടുത്തെ തൊഴിലാളികൾ നയിക്കുന്ന ഈ സമരം പൊളിക്കാൻ നിങ്ങൾ മുന്നിട്ട് നിൽക്കരുത്. इस काम के लिए मैं तुम्हारा साथ नहीं दूंगा. പക്ഷെ നീ ന്യായം പറ. ഈ കടയടച്ചിടാൻ എന്ത് കാര്യം? കൃഷ്ണപിള്ള മുതലാളി തൊഴിലാളികൾക്കെതിരെ എന്തെങ്കിലും ചെയ്തോ? കിസിയൊക്കെ തങ്കിയ ശമ്പളം കുറച്ചോ പിരിച്ചുവിട്ടോ? ഉവ്വെങ്കി പറ, ഇവിടെ ഞാൻ നിൽക്കാം. മുതലാളിമാരുടെ ഹർത്താൽ നടന്ന ദിവസമാണ് ഞങ്ങളുടെ സഖാവിനെ തല്ലി വീഴ്ത്തിയത്. അതിന് പരിഹാരം ഉണ്ടാക്കാതെ ചെയ്തോ. പക്ഷെ അത് രണ്ടാണ്. സഖാവിന് ആരാണ് തല്ലിയത്? കൃഷ്ണപിള്ള മുതലാളിയാണോ? ആണെങ്കിൽ തെളിവുതാ. എന്റെ കൈകൊണ്ട് അയാളെ തല്ലി സഹിച്ച് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടിടാം. അബ്ബാസ്ക എന്ത് പറഞ്ഞാലും ശരി, കട തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. इस बाजार में जब तक अब्बास जिंदा है എന്റെ മുതലാളിയുടെ കട തുറക്കാൻ ആരുടെയും അനുവാദം വേണ്ട. അബ്ബാസ്ക, നിങ്ങൾ കട തുറന്നോ, പക്ഷേ ഞങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് വേണം നിങ്ങൾ കച്ചവടം നടത്താൻ. അബ്ബാസ്ക, ഇതെനിക്ക് വേണ്ടിയിട്ടുള്ള സമരമല്ല. എന്നെയും നിങ്ങളെ പോലെ ചോര നീരാക്കുന്ന ആയിരങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്. ഇനി ഈ കട നിങ്ങൾ തോൽപ്പിച്ചു. ഇനി ചന്തയുടെ എല്ലാ കടകളും
അതൊക്കെ ഞാൻ സഹിക്കും. പക്ഷേ തൊഴിലാളികളെ ചോര നീരാക്കുന്ന കേശുവിന്റെ കടയുടെ ഒരു പാല് തുറന്നാൽ ഈ ജന്മം ഞാൻ സഹിക്കില്ല. ഞാൻ മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം തൊഴിലാളികൾക്ക് വേണ്ടി ചോര ഒഴുക്കിയ ആയിരങ്ങളുടെ ആത്മാക്കളും പൊറുക്കില്ല. അത് നിങ്ങൾ ഓർത്തോ അബ്ബാസ്. ഈ അവസരം പാഴാക്കിയ പിന്നെ ഈ ജന്മത്ത് നമുക്ക് നമ്മുടെ കട തുറക്കാൻ പറ്റില്ല. കട തുറന്നാൽ കടയിൽ നമ്മുടെ കൂടെ നിൽക്കാൻ ആരെങ്കിലും വേണ്ടേച്ചാ? എടാ, അതിനുള്ള ആൾക്കാരെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എതിർക്കാൻ വരുന്നവരെ അവന്മാര് കൈകാര്യം ചെയ്തോളൂ. നീ കൂടെ നിന്നാ മതി, ഞാൻ പുറകെ വന്നോളാം. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു ശ്രദ്ധ വേണമെന്ന് പോലീസ് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ ഇങ്ങനൊക്കെ വരുമെന്ന് കൺമുൻപിൽ വെച്ച് അവർ കട വിക്കറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അവരെ അറസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. അതെ, നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ ശരി. പക്ഷെ ഒരു തൊഴിലാളിയായി ഈ ചന്തയിൽ ജീവിതം തുടങ്ങിയതാണ് ഞാൻ. എന്റെ കടയുടെ മുമ്പിൽ നിന്ന് തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുക അതെന്നെ സംബന്ധിച്ചോളം സഹിക്കാനാവുന്ന കാര്യമല്ല. ഉമ്മറിനെയും കൂട്ടരെയും ജാമ്യത്തിലെടുക്കാണ് ഞാൻ വന്നത്. ഞാൻ ഉമ്മറക്കെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഉടനെ വരാം സാർ. തുറക്ക. എന്നെയും നിങ്ങളെയും പോലെ ചോര നീരാക്കുന്ന ആയിരങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്. ഇനി ഈ കട നിങ്ങൾ തോൽപ്പിച്ചു. ഇനി ചന്തയുടെ എല്ലാ കടകളും നിങ്ങൾ തോൽപ്പിക്കും. അതൊക്കെ ഞാൻ സഹിക്കും. പക്ഷേ തൊഴിലാളികളെ ചോര നീരാക്കുന്ന കേശുവിന്റെ കടയുടെ ഒരു പാല് തുറന്നാൽ ഈ ജന്മം ഞാൻ സഹിക്കില്ല. ഞാൻ മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം തൊഴിലാളികൾക്ക് വേണ്ടി ചോര ഒഴുക്കിയ ആയിരങ്ങളുടെ ആത്മാക്കളും പൊറുക്കില്ല.
Ah!